ഈ തുടക്കമുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ദൈവത്തില്ല. വായിച്ചേ മോനെ. പേര് ഞാൻ മറന്നു പോറോ, സ്റ്റീവ്. നല്ല പേരാ, സായിപ്പന്മാരുടെ പേരാ. പേര് കളയരുത്, വായിരും. ഒന്നിൻ്റെ ഒന്ന്. ആദിയിൽ ദൈവം. മതി. ആദിയിൽ ദൈവം. പദം കണ്ടോ? ആദിയിൽ ദൈവം. ദൈവത്തിലാ തുടങ്ങിയത്. ദൈവത്തിൽ തുടങ്ങിയെങ്കിലും 3-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്നെല്ലാം വിട്ടു. ദൈവത്തിലാ തുടങ്ങിയത്. പക്ഷെ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ദൈവം വന്നപ്പം 2 പേരുടെ ഒളിച്ചു കളിക്കുക. നീ നോക്കടി എന്ന് പറഞ്ഞു. വരുന്നുണ്ട് അച്ഛാ, നോക്ക്. ഞാൻ നോക്കിയാ എന്നെ കാണും. പാത്ത് കളിക്കുക. ദൈവത്തിൽ നിന്ന് അകന്നെന്ന് പേടിച്ച് ഒളിച്ചിരിക്കുക. മറ്റതെന്നും ദൈവം വരുമ്പം കൂടെ ചെല്ലുക, കൂടെ നടക്കുക. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ഇപ്പൊ പാത്തിരിക്കുക. മരത്തിന് പാത്തിരുന്ന ഒടുവിൽ ദൈവത്തിൽ നിന്ന് അകന്നു. ഇറക്കി വിട്ടു. തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൽ തുടങ്ങി ദൈവമായിട്ട് നടന്ന് ഒടുവിൽ ദൈവത്തെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്നതാ? ആ 50 അധ്യായമുണ്ട്. 50-ാം അധ്യായം അവസാനിക്കുന്ന ഏതാ? ദൈവത്തിൽ നിന്ന് വിട്ടത് കൊണ്ട് 50-ാം അധ്യായം പര്യവസാനിക്കുന്ന ശവപ്പെട്ടിയില്ല. വായിച്ച് 50-ന്റെ ഒരു ഒടുവിലത്തെ വാക്യം. 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിരും. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അടുത്തത്, അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. പിന്നെ വാക്യം വല്ലതും ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞു, തീർന്നു. ശവപ്പെട്ടി കൊണ്ട് തീർന്നു. അപ്പൊ 1-ാം അധ്യായത്തിൽ ആരംഭിച്ചത് ദൈവത്തിലാ. സ്തോത്രം. പക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയി. മനുഷ്യന്റെ ദയനീയത. ഒടുവിൽ ശവപ്പെട്ടി വന്ന് കയറി. അല്ല, എല്ലാവരെയും പ്രതീക്ഷിച്ചൊരു ശവപ്പെട്ടി ഇരിപ്പുണ്ട്. ശവപ്പെട്ടി നിങ്ങൾക്ക് എല്ലാവരും ശവപ്പെട്ടി എവിടാന്നറിയാൻ മേലും ഉണ്ട്. ഒടുവിൽ സൂക്ഷം ചെന്ന് അതിലോട്ട് കയറുക. അപ്പം എനിക്കറിയാനുള്ളത്, ശവപ്പെട്ടിയിൽ കയറുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ശവപ്പെട്ടി കയറുകയാണെങ്കിൽ നിന്റെ ജീവിതം ശവപ്പെട്ടി കൊണ്ട് തീരുകയല്ല. അതാ യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ഞാൻ മരിക്കുക. പക്ഷേ നിങ്ങളെ ദൈവം സന്ദർശിച്ച് ഈ മിസ്രയീമിൽ നിന്ന് കനാനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടിയും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇപ്പൊ പെട്ടിക്കകത്ത് ഞാൻ കയറി ഇവിടെ കൊണ്ട് തീരുകയല്ല, ഈ പെട്ടിയായിട്ട് അങ്ങ് പോകണം. എവിടെ? അങ്ങ് ചെല്ലണം. ദൈവമക്കളുടെ ജീവിതം പെട്ടിക്കകത്ത് കയറി തീരുകയല്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആട്ടെ, വിവരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അനുഗ്രഹിക്കപ്പെട്ട അധ്യായം. പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാടാ. ഇസ്രായേലിന് ദൈവം പുറപ്പെടുവിക്കുന്ന വിഷയമാണ്, അറിയാമല്ലോ. അതില് 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ള വിശേഷ കണക്കും കാര്യങ്ങളും പണികളുമാണ് നമ്മൾ കാണുന്നത്. ലേവ്യ പുസ്തകം ആരാധനയ്ക്കുള്ള ക്രമീകരണമാണ്. യാഗങ്ങളും ഉത്സവങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും അതിൻ്റെ ക്രമങ്ങളും വിധികളും ചട്ടങ്ങളും, അതാണ് ലേവ്യ പുസ്തകം. സംഖ്യാ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. പേര് കേൾക്കുമ്പോൾ അറിയാം. സംഖ്യ എന്തുവാ? സംഖ്യ എന്ന് പറഞ്ഞ കണക്കാ. സംഖ്യ. ഞാനൊരിക്കൽ ഒരാളോട് വെച്ച് പിള്ളേരൊക്കെ എങ്ങനെ ഉണ്ട്? പിള്ളേരെല്ലാവരും മാത്തമാറ്റിക്സാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണക്കാ. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. എണ്ണമെടുക്കുക, അതുകൊണ്ടാണതിൻ്റെ പേര് സംഖ്യ. 2 സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. വായിച്ചേ, 26-ാം അധ്യായത്തിന്റെ 63, 64. സംഖ്യ പെട്ടെന്ന് 26, 63, 64 വേഗത്തിൽ. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ എണ്ണമെടുക്കുന്ന പുസ്തകമാ, കണക്കെടുക്കുന്ന പുസ്തകമാ. കണക്കെടുക്കും കേട്ടോ. വായിര്. മോശയും പുരോഹിതനായ എലയാസറും
എണ്ണിയവർ ഇവർ തന്നെ. ഇവര് തന്നെ. അടുത്ത വാക്യം. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കണക്കെടുക്കുന്ന പുസ്തകമാണ്. യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലെയാസറെ എണ്ണിയവർ ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതന് സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒരുത്തന് ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ലെന്ന്. അങ്ങനല്ലയോ സ്റ്റീവ്? ഉണ്ടായിരുന്നില്ല. രണ്ട് സ്ഥലത്ത് വെച്ച് എണ്ണി. അപ്പൊ ആദ്യം എണ്ണിയത് എവിടെ? രണ്ടാമത് എണ്ണിയത് എവിടെ? ആദ്യം എണ്ണിയത് സംഖ്യ 1:1 മുതൽ വായിര്. ഇന്ന് വാക്യം വായിച്ചു ഊപ്പാട് വരും കേട്ടോ. ചെറിയടാന്ന് വായിച്ചു. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി, പുരുഷന്മാരെയൊക്കെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. പുരുഷന്മാരെ എന്ന് പറയുമ്പോ നിങ്ങൾ പണം കരുത്. നിങ്ങളെ എണ്ണുമ്പം പൊതുവിൽ എണ്ണുകയല്ല, പക്ഷെ നിങ്ങൾ യോഗത്തിന് വേണം. നിങ്ങളില്ലാത്തൊരു യോഗം. അയ്യോ, പർവ്വം പറഞ്ഞു നിങ്ങൾ ആണുങ്ങളെല്ലാം കൂടെ പോയി. അയ്യോ, അതൊരിക്കലും സാധ്യമല്ല. ഇതുങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്കൊരു യോഗം. അങ്ങനെ പറഞ്ഞില്ലേ? നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ 20 വയസ്സുമുള്ളത് മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. അപ്പൊ എണ്ണുന്ന പുസ്തകമാ സംഖ്യാപുസ്തകം. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. അതാണ് 26-ന്റെ 63 2 സ്ഥലം ഓർപ്പിച്ചു. ആദ്യം എണ്ണിയത് ഇപ്പം വായിച്ചത് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആദ്യം എണ്ണി. ഇനി രണ്ടാമത് എണ്ണിയത് എവിടാ? ഇനി 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 26-ന്റെ 1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന്റെ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം. അപ്പൊ ഇത് ബാധ കഴിഞ്ഞ ശേഷം എന്തുവാ സ്റ്റീവ്? ബാധ കഴിഞ്ഞ ശേഷം എന്തുവാ ബാധ എന്തുവാ? 10 ബാധയോ? അല്ലേ, വേറെ ബാധ. 10 5 അല്ലയോ? ഇവിടെ സംഖ്യാപുസ്തകം 26 പറഞ്ഞ ബാധ 25-ലെ ബാധയാ. അത് ഞാൻ പിന്നെ വരാം. ആ ബാധയാൽ മരിച്ചവരുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര്. ഈ ബാധ അത് ഞാൻ പിന്നെ പറയാം, സമയം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വരും. അപ്പോൾ ഈ ബാധ കഴിഞ്ഞപ്പോൾ എണ്ണിയതാണ് 26-ന് ശേഷം. ബാധയ്ക്ക് മുൻപേ എണ്ണിയതാണ് 1-ാം അധ്യായത്തിൽ നിന്ന് താഴോട്ട്. അപ്പോൾ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. നമ്മുടെ ദൈവം നമ്മളെ എല്ലാം എണ്ണി വെച്ചിരിക്കുക. 90-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ടല്ലോ. എന്തുവാ? ഒത്തിരി ഉണ്ടല്ലോ വാക്യമല്ലേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. വായിച്ചേ സ്റ്റീവേ, വായിര്. 12-ആന്ന് തോന്നുന്നു. 90 12 വായിച്ചു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നാളുകളൊന്നും എണ്ണണം. നമ്മുടെ നാളൊക്കെ ഒന്നെണ്ണ. ഏതാ? അത്യന്തിത്തര ജ്യോതിയല്ല. ഭാഷ ഞാനും അത് ഓർക്കുക. നാളൊന്ന് ഞങ്ങളുടെ അമ്മാമ്മയുടെ മകവാ. എൻ്റെത് ആയില്യം, ഒരു ഗുണവും ഇല്ല. ആ നാളല്ല. ജീവിതത്തിന്റെ നാളുകളെ ഒന്നെണ്ണണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 കൊല്ലം വരെ ജീവിച്ചിരുന്നാൽ എത്ര ദിവസം വരെ ജീവിക്കും? 80 കൊല്ലം. 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ മൊബൈൽ അടിച്ചു കൂട്ടുകയെന്നോ? ഉണ്ട്. എന്ത് മിടുക്കനാ. ഇങ്ങോട്ട് നോക്ക്. അതവിടെ വെക്ക്. 27,000 ഏത് സ്കൂളിലാണ് പഠിച്ചത്? വെച്ചുവെച്ചറിയില്ലാന്നോ? അതോ 29,220. 220 ഉണ്ടോ? ഉണ്ട്. കാലുണ്ടല്ലോ 365 കാലം കൂടെ വെച്ച് കൂട്ടിയതാണോ?
ആയിക്കോട്ടെ. ഇതാണല്ലോ ഒരു സെക്കൻഡ്. എത്ര സെക്കൻഡാ ഒരു മിനിറ്റ് സ്റ്റീവേ? 60. എല്ലാം മൊബൈലിൽ അടിച്ചു കൂട്ടുക. 60 സെക്കൻഡ്. എത്ര സെക്കൻഡാ ഒരു മണിക്കൂർ? 360. എത്ര സെക്കൻഡാണ് ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? 60. എത്ര മണിക്കൂറാ ഒരു ദിവസം? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ ഒരു മാസം? ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ മതി. 4. ഏകദേശം 4. എത്ര മാസമാ ഒരു വർഷം? 12. എത്ര ദിവസമാ ഒരു വർഷം? 365 കാലം. അപ്പം 80 വർഷം വരെ ജീവിക്കുന്ന മനുഷ്യൻ ഏതാണ്ട് 29,220 കാലൂടെ വെച്ച് കൂട്ടി നമുക്ക് ഒരു കണക്ക് തയ്ക്കാൻ വേണ്ടി 30,000 എന്ന് എടുക്കാം. എന്താ പണക്കമുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ 80 വർഷം 80 വയസ്സ് വരെ ജീവിച്ചാൽ ഏതാണ്ട് ഒരു ഓടെ ഒരു കണക്ക് പറയാ 30,000 ദിവസം. ഇത് നാളുകൾ എണ്ണണമെന്നാ. ഈ 30,000 ദിവസം ഈ ഭൂമിയിൽ നമുക്ക് 80 വയസ്സ് വരെ ജീവിക്കുന്നവർക്കാ. അങ്ങനെ 30,000 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചാൽ ന്യായമായ ഒരു കണക്ക് പറയുക, ഈ വൈദ്യശാസ്ത്രവും ഡോക്ടേഴ്സും ഇപ്പോഴത്തെ ഉണ്ടല്ലോ പ്രകൃതി ചികിത്സക്കാരും മറ്റ് പല ആൾക്കാരൊക്കെ പറയുന്നത് കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണമെന്ന. 8. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂറാ? 24. അപ്പം 3-1 ഉറക്കമാ ഇല്ലയോ? 8 വെച്ച് നോക്കുമ്പോൾ 3 24. അപ്പൊ 3-1 ഉറക്കമാ. മൊത്തം 30,000 ദിവസമാ. അതിൽ 3-1 ഉറക്കത്തിനാണ്. അപ്പൊ എത്ര ദിവസം ഉറങ്ങുക? 80 വർഷം 10,000 ദിവസം ഉറങ്ങുക. അത് തികയാഞ്ഞിട്ട് ഇവിടെയും വന്നിരുന്ന് ഉറങ്ങുക. അത് പോരെന്ന് എന്നിട്ട് പിന്നെയും വന്ന് തൂക്കിക്കെട്ടുകയായിരുന്നു. അപ്പൊ ഓർത്തെ 30,000 ദിവസമാണ് കിട്ടുന്നതിൽ 10,000 ദിവസം ഉറങ്ങി തീർത്തു. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, എടോ നീ എത്ര നേരം കഴിക്കും? അപ്പം ഞാൻ ഓർത്ത് അവനൊരു 2 നേരം പറയുമെന്ന്, രാവിലെയും വൈകിട്ടും. അവൻ പറഞ്ഞു 4 നേരം കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കുമെന്ന് പറയും. 4 നേരം കഴിക്കും, പിന്നെ ചുമ്മാ ആട് നടക്കുമ്പോൾ നടക്കുക, എപ്പോഴും ചവച്ചും വീണ്ടരച്ചും പിന്നെ അങ്ങ് നടക്കുക. 4 നേരം. അപ്പം ഈ 80 കൊല്ലം 4 നേരമൊക്കെ കഴിച്ചാൽ ഇച്ചിരി പ്രായവും കൂടെ ആകുമ്പോൾ കഴിക്കാൻ സമയം ഒത്തിരി എടുക്കും. ആരൊക്കെയെന്ന് പറ ചുരുക്കമാകയാ അടങ്ങിയിരിക്കുമെന്നാ. ഒത്തിരി സമയമെടുക്കും. അങ്ങനെയൊക്കെ നോക്കിയാൽ ഞാൻ ന്യായമായ ഒരു കണക്കൊക്കെ എടുത്ത് ഏതാണ്ട് 5,000 ദിവസം കഴിക്കാനെടുക്കും. അപ്പോൾ എത്ര പോയി? മൊത്തം 15,000 ദിവസം പോയി. പോയിട്ട് എത്രയുണ്ട്? 15. ഈ 15-ലെ ജോലി, കൂലി, വീട്ടിലെ വേല, യാത്ര, ബന്ധുവീട്ടിൽ പോക്ക്, കല്യാണം, ചടങ്ങ്, അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പിന്നെ കുളി, ദേവാര, ഒരുക്കം, ഇതെല്ലാം നിങ്ങൾ ന്യായമായിട്ട് ചിന്തിച്ചോ. ചിലരൊക്കെ എന്തും വേണ്ട ഒരുങ്ങിയോട്ടോ അങ്ങോട്ട് തൃപ്തിയും വരുന്നില്ല. ഒരുങ്ങി എല്ലാം ഉടുത്തൊരുങ്ങി നോക്കി എന്നിട്ട് പുള്ളിയോട് പറയാം നോയിക്കേ ഉണി അവൻ വലിയ കുഴപ്പമില്ല, ചുമ്മാ കള്ളം പറയരുത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മാമ്മയെ പെട്ടെന്ന് അതുകൊണ്ട് ഒരുങ്ങി ഒന്നുമില്ല, എടുത്തുകൊണ്ടിഞ്ഞ് എത്ര നേരം കഴിഞ്ഞാ. അപ്പൊ ചിലര് പാസ്റ്റർമാരും ഭയങ്കരമായിട്ട് ഒരുക്കമുള്ളവരുണ്ട്. യോഗ്യമായിട്ട് വരണം, പക്ഷെ യോഗ്യമല്ല. കണ്ടമാനം വണ്ടിക്കകത്തൊക്കെ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാം. തൂക്കുന്നത്, എടുക്കുന്നത്, പെയിൻറ്റും എല്ലാം അത് അടിച്ചു വെച്ചാൽ സ്റ്റേജിൽ കയറി വീഡിയോയ്ക്ക് നിൽക്കണ്ടേ. വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ട പുള്ളിയല്ല സ്റ്റേജിൽ നിൽക്കുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ഇരുന്നറവായിരുന്നു, സ്റ്റേജിൽ വന്നപ്പോൾ തായ്പനെ പോലെ. ഏതാണ്ടെല്ലാം ഉള്ള നേരം കൊണ്ട് ഒത്തിരി. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ളൂ ഇഷ്ടം പോലെ. എന്തോ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കയറി ഒരുങ്ങിയിട്ട് കൺവെൻഷന് പോകുന്ന ആൾക്കാർ ഉണ്ട്. ആട്ടെ, ചിലർ ആരാധിക്കത്തില്ലല്ലോ. കാരണം ഇതെല്ലാം തേച്ചതെല്ലാം ഒലിച്ചു പോയാൽ കൈയടിച്ച് ആരാധിക്കുമോ, നൃത്തം ഒപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. എന്നോട് ചിലർ ചോദിക്കും, പാസ്റ്റർ ഒരു ഫോട്ടോ വേണം. ഞാൻ പറഞ്ഞ എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്, പിന്നെ എന്തോ വേറെ. എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനല്ലേ ഞാൻ പറഞ്ഞു, ഇതുപോലല്ലേ എല്ലാം അല്ലേ, ഇതുപോലെ പിന്നെ ഏതെടുത്താൽ തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുങ്ങുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ കണ്ടമാനം ഒത്തിരി വെച്ച് കെട്ടും എല്ലാം തൂത്തും തുടച്ചു വെക്കാം, വലിയ അങ്ങനെ എല്ലാം കൂടെ ഒരു
ഈ കഴിപ്പും കുടിപ്പും ഒരുക്കവും പോക്കും വരവും എല്ലാം കൂടെ ഒരു 10,000 ദിവസം അങ്ങനെ അങ്ങ് മാറുക. 5,000 കഴിക്കാൻ, 10,000 ഉറങ്ങാൻ, ഒരുക്കവും തേവാരവും കുളിയും പോക്കും വരവും ജോലിയും ബത്തപ്പാടും എല്ലാം കൂടെ 10,000. അപ്പം 10 10 20 എത്രയായി? 25. പിന്നെ ആകെ കൂടെ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ കിട്ടുന്നത് എത്ര ദിവസമാണ്? നിങ്ങളങ്ങ് പറ. 5,000. 80 വയസ്സ് ജീവിക്കുന്നവർക്കാണേ. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് പലരും യേശുവിനെ കണ്ടേ. ചിലർ ജീവിതത്തിന്റെ മധ്യഭാഗത്തോടടുത്താണ് യേശുവിനെ കണ്ടേ. നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണുന്ന നല്ലതാ. ഞാൻ ആ ഭാഗം വിവരിക്കുന്നതിന് വിട്ടേക്കാം. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാ. ഇന്ന് രാത്രി നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ ഒന്ന് എണ്ണണം. കണക്കെടുത്തോണ്ടിരിക്കുക ദൈവം. അപ്പൊ സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാ. കണക്കെടുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം കണക്കെടുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം ശരിക്കൊരുത്തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? മനുജ അശരണന നിനക്ക് നീചനെ ഭജിക്കുവാൻ അവസരം ഇനിയുമുണ്ടോ? ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും ദൈവം നന്നായിട്ട് എണ്ണുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ചവരെ എണ്ണിയെന്നാണ് 26-ാം അധ്യായത്തിന്റെ 63, 64 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എണ്ണിയതാണ് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ താഴോട്ട്. രണ്ടാമത് എണ്ണിയതാണ് 26-ാം അധ്യായത്തിൽ ബാധയ്ക്ക് ശേഷം. ബാധയ്ക്ക് മുൻപും ബാധയ്ക്ക് ശേഷവും എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ചില ആൾക്കാർ ഈ സംഖ്യാപുസ്തകത്തെ പറ്റി ധരിച്ചിരിക്കുന്നത് സംഖ്യ മാത്രം എടുക്കുന്ന പുസ്തകമെന്ന അല്ല. വേറൊരു വിധത്തിൽ പഠിച്ചാൽ ഇവരുടെ യാത്രയുടെ വിവരണമാണ് ഈ പുസ്തകം. യാത്രാ വിവരണം നടത്തുന്ന പുസ്തകമാണ്. കാരണം ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് ഇവരുടെ യാത്ര എന്ന അല്ല. പുറപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ദൈവം. 14-ാം അധ്യായത്തിൽ ഫറവോനെ ദൈവം തകർത്തു. 15-ൽ ഇവരെ മറുകര കയറ്റി. പിന്നെ 15-ന്റെ 22 മുതൽ യാത്ര ആരംഭിക്കുക. ഇല്ലയോ മോനെ? വായിച്ചേ. 15-ന്റെ 20 കൊണ്ട് ആരാധന തീർന്നു. വായിച്ചു, പെട്ടെന്ന് വായിരു. പുറപ്പാട് പുസ്തകം 15-ന്റെ 1 വായിരു. പുറപ്പാട് 15:1 പെട്ടെന്ന് വായിച്ചു. താളൊന്നും മറിയുന്നു. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി സങ്കീർത്തനം പാടി. അപ്പൊ അന്ന് ഏതാ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങി താന്നു. അത് 14-ലെ ഇവർ അക്കരെ കയറി. അന്ന് ഇവര് പാട്ട് പാടി. ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അപ്പൊ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. 20-ാം വാക്യം വായിച്ച സഹോദരിമാര് മുന്നോട്ട് വന്നു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകൻ കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാരും കൂടെ നൃത്തങ്ങളോടും അവളുടെ പിന്നാലെ ചെന്നു. അപ്പൊ എല്ലമ്മിന്റെ മീറ്റിംഗ് തുടങ്ങി. അപ്പോ പുരുഷന്മാർ 1 മുതൽ 15-ന്റെ 1 മുതൽ 19 വരെ സഹോദരന്മാരുടെ യോഗം. 20-ല് എല്ലമ്മ തുടങ്ങി. എല്ലമ്മ എന്നല്ലേ പറയുന്നത്? ഇരിക്കട്ടെ, എല്ലമ്മ. അവരില്ലാതെ കാര്യം നടക്കൂ. അപ്പൊ എല്ലമ്മ തുടങ്ങി. 22-ല് എല്ലമ്മ തീർന്നു. 21-ല് പിന്നെ 22 മുതൽ യാത്രയാ. ഇനി 22. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യിച്ച് ചൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവരെ പരീക്ഷിച്ച് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തി ഒരു വ്യാധിക്ക് ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം ഭാഗത്ത് പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനയും അവിടെ അവർ വെള്ളത്തിനരികെ പാളയം ഇറങ്ങിയെന്ന. പിന്നെ 16-ാം അധ്യായത്തിൽ ഇവര് സീൻ മരുഭൂമിയിൽ വന്നു. 16
അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അപ്പൊ ഇവിടെ വന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. സീൻ മരുഭൂമിയിലെത്തി. 17-ാം അധ്യായത്തിൽ രഫീദീമിലെത്തി. 17:1 പെട്ടെന്ന് വായിച്ചു. പുതിയ ബൈബിളാണോ? താള് മറിക്കാനൊരു. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി. അവിടെ വെച്ച് അമാലേക്കർ വന്നു. 17:8 വായിര്. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 17-ന്റെ 16-ൽ തലമുറയായിട്ട് യുദ്ധം. 17-16 യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായിട്ട് യുദ്ധമുണ്ട് അവർ പറഞ്ഞു. ഇനി 18:1 ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിദ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ അമ്മായിയപ്പൻ വരിക. ഇടയ്ക്ക് ഭാര്യ ഒന്ന് അങ്ങോട്ട് മാറി രമ്യതപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നു. ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പുറപ്പാട് 19-ാം അധ്യായം കൊണ്ട് യാത്ര നിർത്തുക, യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതെന്തിനാന്ന് ചോദിച്ചാൽ 19, 20, 21 അധ്യായമൊക്കെ പഠിച്ചാൽ 19-ന്റെ ആരംഭത്തിൽ യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച ദൈവം പറഞ്ഞു മതി, യാത്ര ചെയ്തത് മതി, ഇവിടെ നിൽക്കേ. എന്തിനാന്ന് ചോദിച്ചാൽ ഇനി യാത്രക്കാർക്ക് പ്രമാണം തരാൻ പോവുക. യാത്രക്കാർക്ക് പ്രമാണമുണ്ട്. ചുമ്മാ അങ്ങ് യാത്ര ചെയ്യരുത്. നമ്മളെല്ലാം പാട്ട് പാടുക. അന്നമാമൻ എഴുതിയ നല്ല പാട്ടാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. നല്ല പാട്ടാ. പക്ഷെ യാത്രക്കാർക്ക് പ്രമാണമുണ്ട്. ചുമ്മാ അങ്ങ് യാത്ര ചെയ്യരുത്. ആ യാത്രക്കാർക്കുള്ള പ്രമാണം കൊടുക്കാനാണ് ആ 20, 21 അധ്യായമത്തിലൊക്കെ പ്രമാണമാണ്. 10 കൽപ്പന അതിനോട് ബന്ധപ്പെട്ടത് പ്രമാണമാണ്. ക്രിസ്തീയ യാത്രയിലും പ്രമാണമുണ്ട്. നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ടൂർ കൊണ്ടുപോകുമല്ലോ, പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്, ഹെഡ് മാസ്റ്റർമാരുണ്ട്, ടീച്ചേഴ്സുണ്ട്, ചുമതലപ്പെട്ടവരുണ്ട്, കോളേജിലെ പ്രൊഫസർമാരും ഒക്കെ ഉണ്ട്. പിള്ളേരെ എല്ലാം സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ച് വെച്ച് ആതാണ്ട് വണ്ടി കിടക്കുന്ന കയറി പോകുമെന്ന് പറയാമെന്നോ? എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അവനവൻ്റെ സീറ്റിലെ അവന് കൊച്ചു പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇരിക്കാവൂ, സീറ്റ് മാറി ഇരിക്കരുത്. ഛർദ്ദിക്കുന്നവരുണ്ട്, പുറകിലായിരിക്കണം ഏറ്റവും ഇരിക്കേണ്ടത്. അല്ലേ പ്ലാസ്റ്റിക് കൂട് കൈ വേണം. മുമ്പിൽ ഇരുന്ന് എന്ന് പറഞ്ഞാൽ പുറകിരിക്കുന്നവനല്ല. ആരും യാത്ര ചെയ്തിട്ടില്ല, ഇവിടെ കിടന്ന് കറങ്ങുക. നമ്മൾ ഇന്നടത്തായിരിക്കും കാപ്പ് കുടിക്കാൻ നിർത്തുന്നത്. നമ്മൾ കൊണ്ടുപോകില്ല ഇന്നടത്ത്. ഭക്ഷണം കഴിക്കുന്നത് ഇന്നടത്ത്. പിന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്, കൂടൊക്കെ പറയും കയ്യും തലയും ഒന്നും വെളിയിലിടരുത്. പിന്നെ ചില പിള്ളേരോട് പറയും കിടന്ന് അലറുക അട്ടകസിക്കുകയൊന്നും ചെയ്യരുത്, അടിയുണ്ടാക്കരുത്. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലും, അവിടെ നമുക്ക് ആൾക്കാരുണ്ട്, അവർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചോണം. ഇതിനിടയ്ക്ക് ബോട്ടേ കയറുകയാണെങ്കിൽ ലേക്കിലൊക്കെ പോയി അതിന് പ്രത്യേക വസ്ത്രമുണ്ട്, സൂക്ഷിച്ചോണം, അവിടെ ഫീസ് കൊടുക്കണം. എല്ലാം പറഞ്ഞ് എല്ലാം ക്രമപ്പെടുത്തി തിരിച്ച് നമ്മൾ ഇന്നപ്പോഴാണ് ഇന്ന ദിവസമല്ല ഇത്ര മണിക്ക് തിരിച്ചു വരും, ഇതെല്ലാം പറയുകയല്ലേ. ഇത് തന്നെ ഇസ്രായേലിനോടും പറഞ്ഞത്. നമ്മൾ കനാലിലോട്ട് പോവുക, ഇമ്മാങ്ങ് പോകരുത്. യാത്ര പോകുന്ന നിങ്ങൾക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് പുറപ്പാട് പുസ്തകം 20, 21 കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പ്രമാണം കൊടുത്തിട്ട് 25 മുതൽ 40-ാം അധ്യായം വരെ സമാഗമന കൂടാരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത് പുറപ്പാട് പുസ്തകം 18 കൊണ്ട് യാത്ര സ്റ്റോപ്പ് ചെയ്തു. പിന്നെ യാത്രയെ പറ്റി ഒരു വിവരണവുമില്ല. പിന്നെ യാത്രാ വിവരണം മുഴുവൻ കിടക്കുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. അപ്പൊ ഇത് യാത്രകളുടെ പുസ്തകമാണ്. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ എവിടൊക്കെ ഇവർ പാളയം അടിച്ചു, എത്ര പാളയം അടിച്ചു, അതെല്ലാം കൃത്യത്തിന് എഴുതിയിരിക്കുക. എല്ലാം വായിച്ച് പോകാൻ സമയമില്ല. 33-ന്റെ 1 മുതൽ വായിച്ചു. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിര്. മോശയുടെയും
അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. ഇതാ യാത്രയുടെ പുസ്തകമാ. പ്രയാണങ്ങളാവിത്. മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ ഇതിന് ക്രമമുണ്ട് കേട്ടോ, ക്രമമുണ്ട്. ചെല്ല് ധരിച്ചേക്കുന്ന ചുമ്മാ കുത്തടിഞ്ഞതാണ് അല്ല, നല്ല ക്രമമാ. ചില ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയും അങ്ങനൊന്നും അല്ല, ഇതിന് നല്ല കർക്കശ ക്രമമാ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. പിന്നെ താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. പിന്നെ 1-ാം മാസം 15-ാം തീയതി അവർ രമേശേസിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ പെസഹയുടെ പിറ്റേന്ന്, അങ്ങനല്ലയോ? പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ. അപ്പോൾ എല്ലാം വിവരിക്കാൻ നേരമില്ല. അപ്പോൾ അധ്യായം മൊത്തം ഇരുന്ന് വായിക്കുക. നല്ലതാ, വേദവസം വായിക്കുന്നത് നല്ലതല്ലേ, പക്ഷെ ഇപ്പൊ അത് വായിക്കണ്ട എന്നെ തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രയാണം ക്രമം ഇങ്ങനെ എഴുതി അങ്ങോട്ട് വെച്ചു. 33 ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 10 ഇടങ്ങളിൽ വെച്ച് ശിക്ഷ നടത്തി 12 ഇടങ്ങളിൽ വെച്ച് ഇവര് പുറപുറത്ത് എന്നെ തിട്ടമെടുത്തത് 2 പേരൊഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ കനാനിലേക്ക് പ്രവേശിച്ചു. ഇതായ ചരിത്രം. ഇങ്ങനെ ഇവര് പ്രയാണം ചെയ്ത സന്ദർഭത്തിൽ, യാത്ര ചെയ്ത് വരവേ ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. നമ്മൾ എടുത്ത ഭാഗത്തോട്ട് വരുവാ ഞാൻ. മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ പാളയമടിച്ചു. 42 പാളയത്തിലൊരു പാളയമാണ്. ഇവര് പാളയമടിച്ചപ്പോൾ ആ മോവാബിലെ രാജാവ് ഭയപ്പെട്ടു പോയി. മോവാബ് രാജാവ് പേടിച്ചരണ്ടു. അവൻ പറയുന്ന പദമുണ്ട്, കാള വയലില് പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കിക്കൊല്ലുമെന്ന്. വായിച്ചേ 22:1 മുതൽ. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. അടുത്തത് ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെ ഈ സിപ്പോരിന്റെ മകനാകുന്ന ബാരാക്ക് കേട്ടുകൊടുത്തത്. ജനം വളരെയായിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. അടുത്തത് മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അതായത് നമ്മളെ നിലം തൊടിക്കാതെ നിർത്തുന്നത്. നമ്മളെ അങ്ങനെ നിലം തൊടിക്കുകയല്ല. എവിടെയെങ്കിലും ഒരു യോഗം നടത്താനോ പ്രാർത്ഥന നടത്താനോ ഒരു സൂചനം നിലം തൊടിക്കുക പേടിയല്ലത്. അതിന് നമ്മൾ തല്ലുണ്ടാക്കാൻ പോകുന്നില്ല, വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, അടിയുണ്ടാക്കാൻ പോകുന്നില്ല, തെറി പറയാൻ പോകുന്നില്ല, പുക്കാറുണ്ടാക്കുന്നില്ല. ഒരായുധവും നമ്മുടെ കയ്യിൽ ആകെ കൂടെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കയ്യിലുള്ള ആയുധം ഒരു പേനായ, അതും കുത്താനൊന്നുമല്ല, നോട്ട് എഴുതി എടുക്കാനാ. ഇല്ലേ? അതേ ഉള്ളതാ. നമ്മുടെ സഭാകോളി വന്നാലും ഒന്നുമില്ല, ഒരു പാരയില്ല. വേറെ പാരയുണ്ട്, ഉദ്ദേശിച്ച പാരയൊന്നും ഒരു പേനാക്കത്തി പോലും ഒന്നുമില്ല. പിന്നെ പെയ്ത്തോമ് ചേർന്നാണെങ്കിൽ അടുക്കളയിൽ സഹോദരിമാർ പെരുമാറാനായിട്ട് വല്ല കത്തിയോ കറക്കത്തിയോ ഒക്കെ. അല്ലാതെ സഭാകോളിലൊന്നും ഇടികെട്ടയില്ല, നെഞ്ചക്കില്ല, വടിവാളില്ല, മുളക് പൊടിയില്ല, നാടൻ ബോംബില്ല. ഇല്ല. എന്നാൽ ചിലടത്ത് നിന്നൊക്കെ എന്തെല്ലാം കണ്ടുപിടിക്കുന്നത്. വടിവാള് പലതരത്തിൽ, കൊടുവാളും വടിവാളും മലപ്പുറം വരെ. നിങ്ങൾ കേരളത്തിലൊന്നും അല്ലേ? ഉള്ള കാര്യമായി പറയാൻ. നമ്മുടെ സഭാകോളിലോട്ടൊന്ന് വന്നേ. പഴയ കോളിൽ അന്നേ പൊട്ടിയ തമ്പേർ 2 എണ്ണം കെട്ടി തൂക്കിയിട്ടിരിക്കുക. കുക്കു സാഹിബിന്റെ കാലം മുതൽ അടിച്ചതാ 2 എണ്ണം. പിന്നെ ഇപ്പം പിന്നെ തമ്പേർ മിക്കടത്തും ഇല്ല. പിന്നെ ചില അപ്പച്ചന്മാരുള്ളിടത്ത് അവർ പിടിവാശി ഉള്ളത് കൊണ്ട് അത് നമുക്ക് അടിക്കാനും പറ്റില്ല. ഇങ്ങനെ ടിൻ 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 ടിൻ്റെ ടിൻ തമ്പേർ അടിക്കുക, വായിക്കുകയല്ലല്ലോ. പിന്നെ ഇപ്പം കൊച്ചുങ്ങൾ ഇതെല്ലാം കൂടെ എടുത്ത് പോയി അങ്ങ് പേരിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒരായുധവും നമ്മുടെ സഭാകോളിലില്ലെന്നായി. നമ്മളൊരു പരസ്യോഗത്തിന് പോയാൽ നമ്മുടെ വണ്ടിക്കകത്തൊരു പേനാക്കത്തി പോലും ഇല്ല. എന്നാലും നമ്മളെ അങ്ങ് പേടിയാ, നിലത്തും താഴെ നിർത്തുകയല്ല. ഇല്ലേ? ഇടോ ഞങ്ങൾ യോഗം നടത്തുമ്പോൾ വന്ന് നോക്ക്, അതായത് ഇവിടെ ഒന്നുമില്ല ഒന്ന് മൈക്കും ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ സ്റ്റേജിനടി വടിവാളില്ല, പാഷന്മാരുടെ ഏണിനകത്ത് കത്തിയൊന്നുമില്ല. ഉണ്ടോ?
ഗുണ്ടകളെ ഇറക്കിയിട്ടില്ല. എടാ ആരിലും വന്ന നാവിക്കൊരു താങ്ങ്, എല്ലാവരും ഇരുന്ന് സ്വോത്രം പറയാം. പിന്നെയും കസേര കൊണ്ടുവന്നാണ്ടിരിക്കുന്നു, ആരും അനങ്ങത്തില്ല. എത്തി നോക്കുന്നു, ഉള്ള കാര്യമായി പറയാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ, ഒരായുധവും നമ്മുടെ കയ്യിലില്ല, ഒരനാവശ്യവും പറയുന്നില്ല, ആരോടും കയറി ഉടക്കുന്നുമില്ല. എന്നാലും നമ്മളെ നിലത്തും താഴെ. അതിന് കാരണം എന്നാ അറിയാം? ദൈവം പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും, അറിയിച്ചാൽ ജനം വിടുതൽ പ്രാപിക്കും. ഇത് ആമൻ ആയുധമെടുത്ത് പോരാടുന്ന മാർഗമല്ല, ദൈവത്തിന്റെ മഹത്വം, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതാ ഇസ്രായേൽ മക്കളെ പറ്റി ഇവർക്ക് പേടിയുണ്ടായി. കാണാ വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കി ഒടുക്കുമെന്ന്. അടുത്ത വാക്യം. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോറിന്റെ മകനായ ബാലാഖായിരുന്നു. അവൻ ബെയോരിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. അല്ല, അതിനിടയ്ക്ക് മൂപ്പന്മാര് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ കാര്യം വായിക്കാം, മതി. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. അപ്പൊ ചുരുക്കി ഞാൻ ഇനിയും പറയാം. ചുരുക്കി പറഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ, ജനം വന്നിങ്ങനെ പാളയമടിച്ച് കിടക്കുക. പാളയം എന്ത് ക്രമമാണെന്നറിയാമോ? പിന്നെ അത് ഞാൻ പിന്നെ പറയാം. പാളയമടിച്ചിങ്ങനെ കിടക്കുമ്പോൾ നാട്ടുരാജാവ് പേടിച്ചു, ഇവര് നമ്മളെ നക്കിക്കൊല്ലും, നമ്മളെ പറ്റി അങ്ങനെ ചിലവെന്ന് പ്രാർത്ഥിച്ചു കൊല്ലുമെന്ന്. അയ്യോ, ഒരു വലിയ പ്രാർത്ഥനക്കാരാ, നമ്മളെ പ്രാർത്ഥിച്ചു. അയ്യോ, ആരെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊല്ലത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്രയുണ്ടോ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ദൈവം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നാട്ടുകാരോട് എന്നെ കേൾക്കുന്നുണ്ട്, ഞങ്ങളാരെയും പ്രാർത്ഥിച്ച് കൊല്ലാറില്ല. ചാകാൻ കടന്നതിൻ്റെയൊക്കെ എടുക്കുക ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു, ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇതിനകത്ത് ആരേലും രണ്ടുപേര് പറയോ ഞാൻ അങ്ങേയറ്റം പറ്റിയതാ, ദൈവമക്കൾ പ്രാർത്ഥിച്ച് എനിക്ക് ജീവൻ തന്നതാ. പ്രാർത്ഥിച്ച് കൊല്ലുകയല്ല, പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുക. എന്നാലും നമ്മളെ പറ്റി ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞത് പ്രാർത്ഥിച്ച് കൊല്ലും. പണ്ടൊരാൾ പറഞ്ഞു, ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാപ്പി തരും, അതിനകത്ത് കൂടോത്രം ചെയ്യുക, പൊട്ടത്തരം പറയുക. അപ്പോൾ അവർ നാത്തും ചോദിച്ചു എങ്ങനെയാണ് ആ പ്രാർത്ഥന വിളി എന്നൊക്കെ പറയാം. കൂടോത്രം ചെയ്യുന്നതാണ്. തള്ളക്കറിയാവോ ആത്മാവിൽ വല്ലതും ആയത്? പുളിപുളിപുളിപുളിപുളാന്ന് എന്താണ്ടൊക്കെ പറയാം. കൂടോത്രമാണ്. നമ്മൾ ആ കാപ്പി കുടിച്ചാൽ നമ്മളും ഇതിനകത്താകുമെന്ന്. അതുകൊണ്ട് അവിടെ ഒരു കാപ്പി കൊണ്ട് കൊടുത്തിട്ട് മേടിച്ചേ ഇല്ല. അവിടെ നാത്തും പറഞ്ഞു കൊടുത്ത് കുടിക്കുന്നത്. എൻ്റെ പൊന്നച്ചാ, ഇത് കൂടോത്രവും ആഭിചാരവും ഒന്നുമല്ല, ഞങ്ങൾ സ്തോത്രം പറഞ്ഞു തരിക. ദൈവം നിന്നെ കണ്ടതുകൊണ്ട് ദൈവം നിന്നെയും ചേർക്കുക. അപ്പൊ നമ്മളെ പറ്റി ഒത്തിരി ആക്ഷേപങ്ങളുണ്ട്. അതിലൊന്നിതാ. അപ്പൊ ചുരുക്കി പറഞ്ഞു, ഈ ജാതിയെ നമുക്ക് തകർക്കണം. ഇവര് വന്ന് ദേശം മൂടി കിടക്കുക, ഒതുക്കണം, നശിപ്പിക്കണം. അപ്പൊ ചോദിച്ചു എന്താ പോംവഴി എന്നാ ഒതുക്കാനൊക്കത്തില്ല. അതെന്നാ? അയ്യോ, അതെന്നാ ഒതുക്കാൻ ഒക്കാത്തന്റെ കാര്യം? അയ്യോ, അവരുടെ അടുക്കലൊന്നും ചെല്ലാനൊക്കത്തില്ല. അതെന്നാ? 105 സങ്കീർത്തനത്തിന്റെ 37 വായിച്ചേ സ്റ്റീഫേ. 105:37 ഒതുക്കാൻ പറ്റാത്തന്റെ കാര്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അടുത്ത പദം, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഒതുക്കാൻ പറ്റാത്ത. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. മുൻപിൽ നിൽക്കുന്നവനും പിറകെ നിൽക്കുന്നവനും സൈഡിലിരിക്കുന്നവനും ഇടയ്ക്കിരിക്കുന്ന സകല എണ്ണോ നല്ല ബലമാണ്. എന്തോ ബലമാണെന്നറിയോ? ആത്മാവിന്റെ ബലം. അതുകൊണ്ട് ഇവരെ ഒതുക്കാനൊക്കത്തില്ല. നമ്മുടെ ബോർഡിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ, വിചാരങ്ങളെ പിടിച്ചടക്കുക. ഇവരെ ഒതുക്കാനൊക്കത്തില്ല. ഒറ്റ ബലഹീനനില്ല. ബലഹീനത ഇല്ലാഞ്ഞന്റെ കാര്യം, എല്ലാം തീയിൽ ചുട്ട മാംസം തിന്നവരാ. പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും കൂടെ കൂട്ടിപ്പിടിച്ച് ആ തീയിൽ ചുട്ട കുഞ്ഞാടിന്റെ മാംസം സ്തോത്രം. ഹബീബ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്ത് ഈ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും കൂടെ കൂട്ടിപ്പിടിച്ചവര് ഭുജിച്ചവരാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതുകൊണ്ട് ഈ ഗോത്രത്തിൽ ഒറ്റ ബലഹീനനില്ല, എല്ലാം നല്ല കരുത്തന്മാരാ. അപ്പൊ അവര് പറഞ്ഞു, യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല, യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. തന്നെയല്ല ഇവര് മിടുക്കരാന്ന് പറഞ്ഞു, മിടുക്കരാ. അപ്പൊ ചോദിച്ചു പിന്നെ എന്നാ പോകാൻ വഴി? അപ്പൊ ഈ മിദ്യാന്യ മൂപ്പന്മാരെല്ലാം കൂടെ, എൻ്റെ അഭിപ്രായമാണ്, കമ്മിറ്റിയൊക്കെ കൂടി പറഞ്ഞ ഒറ്റ പോകാൻ വഴിയേ ഇനിയുള്ളൂ. അതെന്തുവാ?
ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, നമുക്ക് പുള്ളിയെ വിളിക്കണം. അതെന്തിനാ? ഇവനെ എല്ലാം പ്രാഗി കൊല്ലുമെന്ന് പറഞ്ഞു. ഇവന് അങ്ങനത്തെ പ്രവാചകം അലക്കുകയും പ്രാകുകയും, ദശാംശം കൊടുത്തില്ല ഉടനെ പ്രാകുക. നീ ഒന്നും ശരിയാകുകയില്ല. പ്രവചന പുസ്തകത്തിൽ അങ്ങനല്ലയോ? വായിക്ക് കടിക്കാൻ കൊടുത്താൽ അവനോട് സമാധാനം ഘോഷിക്കും. വായിക്കൊന്ന് ബലിന് കടിക്കാൻ കൊടുത്തില്ല ഉടനെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു കളി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവനെ എല്ലാം പ്രാഗി കൊല്ലും പുള്ളി. ആരാ? ബിലയാം. പുള്ളി എങ്ങനെയാ ശുശ്രൂഷ? അയ്യോ, പുള്ളിയുടെ ശുശ്രൂഷ ഭയങ്കരമാണ്. ആറാൻ പറ്റുന്ന പ്രാകാപരാകുന്നു. അത് പ്രാഗിക്കൊണ്ടിരിക്കുമ്പോഴേ ആള് തീരും. അത്രയ്ക്ക് ശുശ്രൂഷയാണ്. ബ്രദർ കൂടിയിട്ടുണ്ടോ? പിന്നെ എത്ര സ്ഥലത്ത് വെച്ചു അടിച്ച് തകർക്കുക എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ പുള്ളിയെ വിളിക്കാം. അപ്പം പറഞ്ഞ് പുള്ളി വെറുതെ ഒന്നും വരത്തില്ല, പ്രശ്നദക്ഷിണ കൊടുക്കണം. പുള്ളിക്ക് പടിയുണ്ട്, ഇത്ര റേറ്റ് ഉണ്ട്. നല്ല പ്രാകണേ കാശ് കൂടുതൽ കൊടുക്കണം. ഒരു പരുവത്തിനുള്ള പ്രാക്കാനെ അത്ര കൊടുക്കണ്ട. പ്രാകുമ്പോഴേ തീരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കൊടുക്കണം, പ്രശ്നദക്ഷിണ. ഉടനെ ആരാക്ക് പറഞ്ഞ് കാശ് എത്ര വേണേലും എടുത്ത് വീശാന്ന്. അങ്ങനല്ലേ ഇപ്പം പറയുന്നത്? കാശ് എത്ര വേണേലും വീശ, ആൾക്കാരെ താട്ടിക്കളയണം. അങ്ങനെ ബിലിയാമിന്റെ അടുക്കൽ ആള് വിട്ടു. ബിലിയാമിന്റെ അടുക്കൽ 2 പേരെ വിട്ടേച്ച് പറഞ്ഞൊരു ജാതി വന്ന് ഇങ്ങനെ പരന്ന് പടർന്ന് കിടക്കുക, നീ വന്നവരെ പ്രാഗിക്കൊല്ലണം, അതിന് രാജാവ് നിന്നെ ക്ഷണിച്ചിരിക്കുക. ബിലിയാം പറഞ്ഞു, ഈ പ്രോഗ്രാം കിട്ടിയ ഉടനെ ഞാൻ ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ചൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചു നോക്കിയേച്ച് പറഞ്ഞു നടത്തിപ്പില്ലെന്ന്. അപ്പൊ അവര് തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു പുള്ളിക്ക് നടത്തിപ്പില്ല. അപ്പൊ രാജാവിന് ബോധ്യമായി നടത്തിപ്പ് എന്നാ വരാഞ്ഞെന്ന്. രാജാവ് ഇവരിലും മാന്യന്മാരെ 2 പേരെ വിട്ടു, കയ്യിൽ കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത്. ഈ 2 കക്ഷികൾ ഇവിടെ വന്നപ്പം ബിലിയാം ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി നേരത്തെ വന്നതേക്കാളും ഇച്ചിരി പിടിപ്പും ഒക്കെ ഉള്ള ഇച്ചിരി 10 പുത്തനുള്ളവരാന്ന് തോന്നുന്നു. ഇച്ചിരി പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ട്, ഇച്ചിരി കനമുള്ളവരാ. ഇന്നത്തെ ചില പ്രവാചകന്മാർ അങ്ങനെയുള്ളവരുണ്ട്, ഇവിടെയും കാണും, എല്ലായിടത്തും ഉണ്ട്, എവിടെ ഇല്ലാത്ത. പാവത്തങ്ങളായ സഹോദരി സഹോദരന്മാർ വന്നാൽ കൈ കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. ഇച്ചിരി കനമുള്ള അച്ഛൻ അന്നെ കയറി അങ്ങ് പിടിച്ചു വെച്ച് അങ്ങ് കുലുക്കുക. അയാൾ വിടാന്ന് വെച്ചാലും പുള്ളി അതിന് കൈ വലിക്കും, പുള്ളി വിടുകയില്ല. പക്ഷെ പാവപ്പെട്ടവന് ഏതാ പിടിപ്പും പത്രാസും ഇല്ലാത്തവനാണ്. സ്വോത്രം അവൻ നിമ്മേ നിൽക്കുക, ഭാഷ എന്തോണ്ട്. മറ്റേത് അങ്ങോട്ട് കയറി അങ്ങ് ഏക്കുക. നെല്ലെടുത്ത് കൊണ്ട് ഇതൊക്കെ എവിടെ ഇല്ലാതെ വെച്ചുറയിലും ഉണ്ട്. നിങ്ങളെല്ലാം പൊട്ട് കളിച്ചിരിക്കുന്നു. അപ്പൊ ബിലിയാമിനും ഈ അസുഖമുള്ള ആളാ. ആദ്യം വന്നവര് അത്ര പിടിപ്പുള്ളവരല്ല, അതുകൊണ്ട് പറഞ്ഞു നടത്തിപ്പില്ലെന്ന്. 2ാം പ്രാവശ്യം വന്നവരെല്ലാം പിടിപ്പുള്ളവരാ. കണ്ടപ്പോഴേ മനസ്സിലായി സമ്മാനമൊക്കെ ഉണ്ട്, ആൾക്കാർ പിടിപ്പുള്ളവരാ. അപ്പൊ ഇവൻ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കട്ടെന്ന്. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാരണം അകത്ത് മുഴുവൻ ഇതിരിക്കുക പോണമെന്ന് ദൈവം പറഞ്ഞു പൊക്കോ. വഴിയിലത്തെ യാത്രയിലെ തടസ്സമൊക്കെ നിങ്ങൾക്ക് വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം. വെച്ചൂച്ചറയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എല്ലാം വേറെ പുസ്തക പരിജ്ഞാനമുള്ളവർ. ചുരുക്കി പറഞ്ഞാൽ 2ാം യാത്രയിൽ ബിലിയാം അങ്ങോട്ട് പോയി. വഴിയിൽ വെച്ച് ദൂതൻ വന്നു, ദൂതനെ കണ്ടു, പ്രശ്നങ്ങളായി. കഴുതക്കെട്ട് ബിലിയാം അടിച്ചു, കഴുതയുടെ ദൈവം തുറന്നു. എന്നാലും ഇദ്ദേഹത്തെ ഒടുവിൽ ഇവിടെ കൊണ്ടുവന്ന് ബാരാക്കിനെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി, ഒരു വംശം വന്ന് പരന്ന് കിടക്കുക, നീ അവരെ പ്രാഗിക്കൊല്ലണം. അപ്പോൾ ബിലിയാം പറഞ്ഞു നോക്കട്ടെ, ഇതുവരെയുള്ള ശുശ്രൂഷയിൽ ധാരാളം പേര് തീർന്നിട്ടുണ്ട്, ഇത് കൈക്ക് ഞാൻ നോക്കട്ടെ. അപ്പം ബാലാക്ക് പറഞ്ഞു കാശ് എന്തും വേണേലും ഇറക്കിത്തരാം, കാശ് ഇഷ്ടം പോലെ വീശ, ആൾക്കാരെ തീർക്കണം. ബിലിയാം പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ബിലിയാം മോവാബ് സമഭൂമിയിൽ വന്ന് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി 3 പ്രത്യേക പോയിന്റിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കണ്ടേച്ചിവരെ പ്രാഗിക്കൊല്ലാനായിട്ട് അങ്ങോട്ട് തുറന്നു. പ്രാകാനാ തുടങ്ങിയെങ്കിലും ആ വായിലോട്ട് വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സുകളാണ്. കാരണം യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? ഇന്ന് രാത്രി ദൈവമക്കളോടൊരു കാര്യം പറയാ, നിന്നെ പ്രാകുവാനും നശിപ്പിക്കുവാനും തകർത്ത് കളയുവാനും ഒക്കെ ശത്രു പദ്ധതി ഇടുമ്പോൾ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തുവാൻ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടുണ്ടെങ്കിൽ ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. അപ്പൊ ഈ പ്രാകാൻ ആ നാവ് അങ്ങോട്ട് തുറക്കുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സാണ്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒത്തിരി കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ കുറുവാക്യം. ഇനി കുറുവാക്യം വായിച്ച 23 പ്രാരംഭം. ആഭിചാരം
യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കാൻ പോകുക, എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള്, ഒരാഭിചാരവും നിനക്ക് പറ്റുകയില്ല, ഒരു ലക്ഷണവിദ്യ നിന്നെ തൊടുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. എന്തുവാ വ്യവസ്ഥ? അതാ ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ആഭിചാരം യാക്കോബിന് അല്ല, ഇസ്രായേലിന് അല്ല, ദൈവമക്കൾക്ക് എന്തുകൊണ്ടാണ് ആഭിചാരം പറ്റാത്തത്? അല്ലെങ്കിൽ ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം? ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, ആഭിചാരം പറ്റാതിരിക്കാൻ കാരണം വായിച്ചേ, 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ സ്റ്റീവ്. 24:8. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി ശ്രദ്ധിച്ചേ, ദൈവം അവനെ എന്ന് ഉദ്ദേശിച്ചത് യാക്കോബിനെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ. അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റി ഇവിടെ പറയുക, ആഭിചാരം ഇവർക്ക് പറ്റാതിരിക്കാൻ ഒന്ന്, ദൈവം അവര് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവര് ആഭിചാരം പറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഇവര് മിസ്രയീമിൽ നിന്ന് വന്നവരാ. മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ, മിസ്രയീമിൽ നിന്ന് വെറുതെ കഴിഞ്ഞു പോകുന്നതല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചാ അവിടുന്ന് പോകുന്നത്. ഏതാണ്ട് 430 വർഷത്തോളം ഇവർ മിസ്രയീമിൽ അടിമകളായി പാർത്തു. പോകാൻ കാരണം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ആമേനരെ ഗാഠനിദ്രയൊക്കെ വരുത്തിയപ്പോൾ ദൂത് പറഞ്ഞല്ലോ. ആ ദൂതിന്റെ വെളിച്ചത്തിൽ സ്വന്തമല്ലാത്ത ദേശത്ത് 400 ചില്ലുവാനും അടിമകളായി പ്രവാസികളായി പാർത്തു. എന്നിട്ട് ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, 4-ാം തലമുറക്കാരെ ഇതിലേ കൊണ്ടുവരും. വായിച്ചേ 15-16, ഉൽപ്പത്തി പുസ്തകം 15-16. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഈ വാഗ്ദത്ത ദൂത് നിറവേറ്റുവാൻ 4-ാം തലമുറയിൽപ്പെട്ട മോശെ മുഖാന്തരം ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുക. അപ്പൊ ഈ പുറപ്പെടുവിക്കുവാൻ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ട് മാനസാന്തരം വരുന്നില്ല പറവോൻ പിന്നെയും ഹൃദയം കഠിനമാക്കിയെന്ന എത്ര പറഞ്ഞിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വചനം പറഞ്ഞിട്ട് സുവിശേഷം പറഞ്ഞിട്ട് കേട്ടിട്ട് ഒരു മാനസാന്തരമില്ല. പിന്നെയും ഹൃദയം അങ്ങ് കഠിനമാക്കി. നിങ്ങൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 6 പ്രാവശ്യം പറവോൻ ഹൃദയം കഠിനമാക്കി. 6. അപ്പം ദൈവത്തിന് മനസ്സിലായി ഇവൻ ഗുണമാകുക. അപ്പം 7-ാമത് ദൈവം കഠിനമാക്കി. എല്ലാ വാക്യവും പഠിപ്പിക്കാൻ 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ അതുകൊണ്ട് 7-ാമത് ദൈവം. അവിടെ പുറപ്പാട് 17:8 വായിച്ച് 14:8. പുറപ്പാട് പുസ്തകം 14:8. പെട്ടെന്ന് യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഒന്നുകൂടെ വായി. ഫറവോന്റെ യഹോവ മിസ്രയീം രാജാവായ ഒന്നേ വെടിവെക്കില്ലേ, തല്ലിക്കൊല്ലും, ഒന്നേ മൊബൈൽ വായിക്കില്ലേ, വേദപുസ്തകം വായിക്കും. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ മതി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ. അപ്പൊ നിങ്ങൾ പുറകോട്ട് പഠിച്ചാൽ എടുക്കുന്നില്ല. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി അവസരം കൊടുത്തു. മാനസാന്തരപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, ദൈവകൃപയിൽ വരുവാൻ, ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ നല്ല അവസരങ്ങൾ 6 പ്രാവശ്യം ദൈവം കൊടുത്തു. അന്നേരം എല്ലാം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. അപ്പോൾ ദൈവം തമ്പുരാന് മനസ്സിലായി ഇനി ഇവൻ ഗുണമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 7-ാമത്തെ പ്രാവശ്യം ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. ദൈവം കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല കേട്ടോ, കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക, നല്ല അവസരം ദൈവം തരിക. നല്ല അന്തരീക്ഷം, മഴയൊന്നും പെയ്യുന്നില്ല, കസേര വീണ്ടും കൊണ്ടിറക്കി, വീണ്ടും ഇറക്കി, നല്ല അവസരം തരിക. നല്ല വെട്ടവും ഒക്കെ ഉണ്ട്, നല്ല വെട്ടമുണ്ട്, നല്ല അവസരം. ഇതുപോലൊരു അവസരം ഇനി എപ്പോൾ കിട്ടും? അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല ശബ്ദവുമുണ്ട്, പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ടോ? പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ടോ?
ഇല്ലേ? തിരിയാത്ത രീതിയിലാണ് ഇരിക്കുന്നതല്ല. എല്ലാം ധ്യാനിക്കുക. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. ഈ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നിശൂല നീയാളെ. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നിശൂല നീയാളെ. ഇന്ന് രാത്രി ദൈവം നല്ല അവസരം തരിക. വേറെ പ്രാവശ്യം ദൈവം അവസരം കൊടുത്തു. ഇവൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ഏഴാമത് ദൈവം ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് ദൈവം ഒരു പ്രമാണം വെച്ചു. ആമേൻ. സംഹാരബാധ അയക്കാൻ പോകുക, ആദിജാതന്മാർ മാറ്റപ്പെടും. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. പക്ഷേ ഓരോ വീട്ടിലും കയറി സംഹാരകൻ താണ്ഡവ നൃത്തം ചെയ്യും. ആദിജാതനെ, എൻ്റെ ഭാഷയാ, ആദിജാതനെ തട്ടിക്കളയും. പക്ഷേ ആമേൻ, ദൈവം ഒരു പ്രമാണം കൊടുത്തു. ആദിജാതൻ മാറ്റപ്പെടാതിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, നീ പട്ടുപോകാതിരിക്കാൻ ഒരേ ഒരു പ്രമാണം സകലർക്കും. വീടൊന്നിനൊരാട്ടുംകുട്ടി. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. എന്തുവാ താളം പിടിക്കുന്ന വായു? ഇറത്തടിക്കുന്നു. പുറപ്പാട് 12-1 മുതൽ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം മുറിക്കാതെ സെന്റൻസ് പൂർത്തീകരിച്ച് വായിക്കുക. ഈ മാസം നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായി. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന്റെ കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി. അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടി വേറെ ആരുമല്ല, യേശുക്രിസ്തുവിന്റെ നടല. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഗന്നാൻ സ്നാപകൻ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത ആദമിനെ ഹവ്വായെ തോലുടിപ്പിച്ച് ദൈവം വെളിയിലിറക്കി. ഈ തോല് ഒരാട്ടിൻകുട്ടി കൊല്ലപ്പെട്ടത് കൊണ്ടാ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് കാണുന്നു. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളുകളിൽ കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും കുഴലറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും രോമൻ കത്രിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്നും ഒക്കെ പറഞ്ഞ് ഈ വേറെ പുസ്തകത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തി. അങ്ങനെയെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടുകുട്ടി, വേർതിരിക്കപ്പെട്ട ആട്ടുകുട്ടി, നസറായനാകുന്ന യേശുക്രിസ്തുവിന് നെടല. ധന്യനായ പൗലോസ് വളരെ സ്പഷ്ടമായി കൃത്യമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ ഈ ആട്ടുകുട്ടി യേശുക്രിസ്തുവാ. സ്തോത്രം. ഈ ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ? വീടൊന്നിൻ്റെ ആട്ടുകുട്ടി. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആടൊത്തിരി ഉണ്ട്. കോലാടുണ്ട്, ചെമ്മരിയാടുണ്ട്, പിന്നെ എന്തുവാ, പിന്നെ കുഞ്ഞാടുണ്ട്, പിന്നെ തളയാടുണ്ട്, പിന്നെ വരയാട് 3-6. ഈടെ വല്ലതും പോയി. പിന്നെ എന്നാ പോയി? കഴിഞ്ഞ കൊല്ലോ? ഉള്ളതാട്ടെ. അപ്പൊ പല ടൈപ്പ് ആടുകളുണ്ട്. സഭയ്ക്കകത്ത് പല ടൈപ്പ് ആടുണ്ട് കേട്ടോ. ഇടിയുണ്ടാക്കുന്ന ആടുണ്ട്. പിന്നെ 2 കുടുംബക്കാരും സെക്രട്ടറിയും ട്രഷറും കമ്മിറ്റിയും ഒക്കെ എല്ലായിടത്തും അല്ല, ചിലയിടത്തും ഇടിയുണ്ടാക്കും. തീറ്റ തിന്നാത്ത ആടുണ്ട്. ഇതിനകത്തും ഉണ്ട് തീറ്റ. എന്ത് ചെയ്താൽ വേറെ ഉത്തം വായിക്കുകയല്ല, തീറ്റ തിന്നുക. വെള്ളം കുടിക്കാത്ത ആടുണ്ട്. എല്ലാവരും ആത്മാവിലാകുമ്പോൾ ഇത് കുടിക്കല് നോക്കിയിരിക്കും. ആരൊക്കെയാ കുടിക്കുന്നത്? വെള്ളം കുടിക്കാത്ത ആട്, തീറ്റ തിന്നാത്ത ആട്, ഇടിയുണ്ടാക്കുന്ന ആട്. ദാനിയേൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കോലാട് വന്ന് നോക്കി നിൽക്കും. അങ്ങ് സഭയ്ക്ക് അകത്ത് പ്രശ്നം ഉണ്ട്. പല ടൈപ്പാ. ഒന്നും വിവരിക്കുന്നത്. വേറെ ആടുണ്ട് കറക്കാൻ സമ്മതിക്കുകയല്ല. കൺവെൻഷനും കാത്തിരിപ്പ് ഉണർവ് യോഗവും ഒക്കെ ഇഷ്ടം. പക്ഷെ ദശാംശവും തോത്രകാഴ്ച പറയുമ്പോൾ കാലും കഴിവില്ല ഇട്ട നേരെ നിന്നാലല്ലയോ കറക്കാൻ അനുവദിക്കുക. പല ടൈപ്പ് ആടാ. വേറെ ഒരു തരം ആടുണ്ട് തന്നെ കുടിക്കുന്നത്. അത് തന്നെ കറക്കുക, അത് തന്നെ
ഈയിടെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ കൃത്യം ദശാംശം കൊടുക്കുന്ന ആളാണ്. അപ്പം ചോദിച്ചു, ആർക്കാ കൊടുക്കുന്നത്? പുള്ളിയുടെ ആങ്ങളയ്ക്ക്. പുള്ളിയുടെ ആങ്ങളയ്ക്ക് തന്നെ കൊടുക്കുന്നത്. കറക്റ്റ് അല്ലേ? കൃത്യം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കറക്കുക, അവർ തന്നെ. പല ടൈപ്പ് ആടാ. എന്നാൽ ഈ ആട് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നടല. അപ്പൊ കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ ആട്ടിൻകുട്ടിയുടെ യോഗ്യത? വായിച്ചേ, പുറപ്പാട് 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. ചെമ്മരിയാടോ കോലാടോ ആകാം. അപ്പൊ ചെമ്മരിയാടോ കോലാടോ ആകാം. തള്ളയാടിനെ കണ്ടിക്കരുതെന്നായി പറഞ്ഞത്. ആണായിരിക്കണം. കർത്താവിനെ പറ്റി പറയുന്നിടത്തല്ല ഏകവചനമാ, സ്ത്രീലിംഗമല്ല പുല്ലിംഗോവാ. ഓ യെശയ്യാവ് 9:6 പെട്ടെന്ന് വായിച്ചു. ബൈബിൾ അങ്ങ് അതെല്ലാം തോണ്ടി മാതിയെല്ലാം അത് ചുമ്മാ. പുസ്തകക്രമം അറിയാമോ? എന്നാ വായിച്ചു പെട്ടെന്ന്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആണോ? ഒരു മകനെന്ന്, ഒരു മകൻ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ. അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുത മന്ത്രി. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ദൈവങ്ങളെന്നല്ല ദൈവം, പിന്നെ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പുല്ലിംഗമാ ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അത് പെണ്ണാടിനെ കണ്ടിക്കരുത്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും. രണ്ടുപേരും വർത്താനം പറയാന്നോ? വർത്താനം പറയാൻ പോയതാ. പെട്ടെന്ന് 5 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം വിവരിക്കുന്നില്ല. ഊനമില്ലാത്ത ആട്ടിൻകുട്ടി ആയിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത ആട്ടിൻകുട്ടി നസറയനാകുന്ന യേശു ക്രിസ്തുവാ. ആയിരങ്ങളിൽ 10,000 സേട്ടനാകുന്നവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ക്രൂശിൽ കയറി. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തല്ല ഇരുട്ടുണ്ടായി, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുക. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, കല്ലറകൾ തുറന്നു, മരിച്ചവർ ഉയർക്കാൻ തുടങ്ങി. ആ കല്ലറകിന് പുറപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടു. ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് 2ആയിട്ട് ചീന്തി. യേശുവിന്റെ തിരുമരണം അത് കണ്ടതുപോലെ TKS എഴുതി വെച്ചിരിക്കുന്ന TK ഷൗമയില് എലന്തൂരില് കണ്ടതുപോലെ എന്തോ നല്ല പാട്ടുകളാ. അയ്യോ, നല്ല പാട്ടുകളാ. വിഷയാധിഷ്ഠിതമായിട്ടൊക്കെ നല്ല പാട്ട് എഴുതിയത് ബ്രദറുകാരാ. അത് പറയുന്നത് ബെന്തിക്കോസുകാർക്ക് ഉടനെ ഇഷ്ടമല്ല, ഉടനെ മോഹമാണ്. നീ ഒരെണ്ണം എഴുതിത്താ, മോന്ത കറപ്പിക്കാതെ. ബെന്തിക്കോസുകാർ പാട്ടൊത്തിരി എഴുതിയിട്ടുണ്ട്, പക്ഷേ വിഷയത്തോട് ബന്ധപ്പെട്ട നല്ല കൃത്യത്തിന് നല്ല പാട്ടാണ്. ഉടനെ മുഖമെല്ലാം വല്ലാതായി. ഇന്ന് രാത്രി നീ പോയൊരെണ്ണം എഴുതി കൊണ്ടുപോവാ, ഞാൻ നാളെ പാടാം. നല്ല പാട്ട്, നല്ല വിഷയം ഇല്ലേ സ്റ്റീവേ? നല്ല പാട്ടല്ലേ? കണ്ടതുപോലെ TKS എഴുതി വച്ചിരിക്കുന്നത്. ഭൂതലനാഥൻ തന്നുടെ മരണം കാണുക ദുർവകമായകോ. ഭൂതലനാഥൻ തന്നുടെ മരണം കാണുക ദുർവകമായകോ. ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ
പ്രകൃതികളകിലമിതത്ഭുതം ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുയിരാർന്നുക പറപിളർന്നു പാരിളകന്നു പാവന മൃദുരുയിരാർന്നുക കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടു മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിന്നോതിടും മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിന്നോതിടും പ്രതിബോധം ലവമുള്ളോരല്ല അടിപണിയും തൻ സന്നിധവും പ്രതിബോധം ലവമുള്ളോരല്ല അടിപണിയും ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ ജയ ജയ നിർമ്മല നായകൻ ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ ജയ ജയ നിർമ്മല നായകൻ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരും നാഥനു സ്തോത്രമേ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരും നാഥനു സ്തോത്രമേ ആയന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം ആയന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ ഓ ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ ഇതുപോലെ സേത്തനും യോഗ്യനും ഉന്നതനും മഹിമയുള്ളവന് മഹത്വമുള്ള വേറൊരുത്തൻ ഇല്ല വല്ല സേട്ടന ഊനമില്ലെന്ന് കോടതികളെല്ലാം വിധിച്ചിട്ടോട് കുറ്റമൊന്നും കണ്ടില്ലല്ലോ നമുക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുള്ളവർ എവിടെ ഇരിക്കുന്നില്ല ഇല്ലെന്നും പറഞ്ഞാ ഇരിക്കുന്നത് അടുത്തറിയണം പണ്ടൊരാൾ നടന്നു പോയപ്പോൾ ചാച്ചോ അവനെ അറിയാവോ എന്ന് ചോദിച്ചില്ലോ അയ്യോ അവൻ കാട്ടാനെങ്കിൽ ആട പഠിച്ചവൻ വേറെ രണ്ട് സ്ത്രീകളെ പറ്റി വേറൊരാൾ സാക്ഷി പറഞ്ഞ് എവിടാ പ്രാർത്ഥന ഞാൻ പറഞ്ഞു ഇന്നിടത്ത് കൊള്ളാം ചെല്ല് അയ്യോ കപ്പലേ നീ ആടി പ്ലെയിനെ കയറുന്ന പെണ്ണുങ്ങളാണ് നല്ല നല്ല അഭിപ്രായം കപ്പലേ നീ ആടി വേറൊരു കല്യാണാലോചനയ്ക്ക് ഒരാളെ ഒരു വീട്ടോട്ട് പോയപ്പം ആദ്യത്തെ വീട്ടുകാർ ചോദിച്ചു എവിടെ പോകും കല്യാണാലോചന ആറിന് ഞങ്ങളുടെ ചെറുക്കന് പെണ്ണിന് ഏത് വീട് പിന്നടുത്ത വീട് ഓ ഓ അപ്പം ആ സ്വരത്തിൽ അർത്ഥമുണ്ടല്ലേ അപ്പം വന്ന് അമ്മാച്ചൻ ചോദിച്ചു എങ്ങനുണ്ട് ചെറുക്കൻ അങ്ങോട്ട് എങ്ങനുണ്ടെന്ന് ചോദിച്ചു എന്നാൽ ആ വീട്ടിലെ പുള്ളി കുഴപ്പമൊന്നുമില്ല ആ തോടുള്ളത് കൊണ്ട് അവിടെ തച്ചായൻ രക്ഷപ്പെടുക എന്ന് മുന്നിലൊരു വലിയ തോടുള്ളത് കൊണ്ട് അവിടെ തച്ചായൻ അപ്പോൾ ചോദിച്ചു എന്നാ തള്ള കപ്പ ഇളക്കുന്ന തുടുപ്പിന് അടിക്കാൻ വരുമ്പോൾ അയാൾ നീട്ടി ചാടും തോട്ടിലോട്ട് തള്ളയുടെ തല്ലുമല്ല കൊള്ളാതിരിക്കാൻ തോടുള്ളത് കൊണ്ട് അയാൾ നിർത്തിയില്ല അടുത്ത ചോദ്യം നിങ്ങളുടെ അവിടെ തോടുണ്ടോ എന്ന് അവർ വെണ്ണിക്കൊള്ളംകാരാ പുള്ളി പറഞ്ഞ തോടുണ്ട് പക്ഷേ പാറയാ തല പോകുമെന്ന് പറഞ്ഞു എടുത്തിയാടിയ അങ്ങനെ നടന്ന കാര്യമാ കല്യാണം നടന്നില്ല അല്ല ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ പറയാം എനിക്ക് നിങ്ങൾക്ക് വല്ല ഒത്തിരി അപാകതകളുണ്ട് എന്നെപ്പറ്റി അന്ന് ഒത്തിരിയോ എന്തല്ല നാളെ ഒരാൾ പറഞ്ഞു അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല സത്യമാ എല്ലാവർക്കും അങ്ങ് സ്റ്റാൻഡേർഡ് ആയാൽ പിന്നെ ഇതൊക്കെ ആരാ തുറന്ന് പറയുന്നത് എല്ലാവരും സ്റ്റാൻഡേർഡ് നോക്കി എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് വേച്ച് കീച്ചുക അങ്ങനെയല്ല അത് നല്ലതാണ് സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഞാനും ഇപ്പോൾ ഓർക്കും അധികമേ പണ്ടൊരാൾ പറഞ്ഞില്ല തത്തീര് എനിക്ക് ഗുണമായി എന്ന് പറഞ്ഞ പോലെ ഈ വിവരദോഷം എനിക്ക് ഗുണമായി
പണ്ട് മർമാണി കല്യാണം കഴിച്ച് അയാൾ തല്ലാൻ ചെല്ലുമ്പോഴെല്ലാം മർമ്മമാണ്. ഭാര്യ അതിനെ ആക്കിട്ട് താങ്ങുക, വാരിയെല്ലാം കിട്ടി. അയാൾ തല്ലാൻ ചെല്ലുമ്പോൾ അവിടെ മർമ്മം നോക്കുന്നിടത്തല്ല, അതിന് തള്ളയ്ക്ക് മർമ്മം അറിയാത്തതുകൊണ്ട് വെച്ച് താങ്ങുക. എങ്ങനെയുണ്ട്? എല്ലാവരും അങ്ങ് സ്റ്റാൻഡേർഡായാൽ ഒന്നും പറയത്തുമില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എന്നെ എങ്ങനെ വിടുന്നത്? വളരെ നല്ലതാണെന്ന് ഞാൻ കരുതുക. അല്ല, ഒത്തിരി അപാകതയുണ്ട്. ഞാനും ശുഭപാസ്റ്ററുടെ പാട്ട് പാടിയപ്പം ഓതറക്കാരി എങ്ങാണ്ടൊരു തള്ളി വെച്ചു, രണ്ടും കൂടെ കിടന്നതിനാ കാറുന്നെന്ന്. പാടുന്നെന്ന് പോലും ഒരു മര്യാദ വേണ്ടായോ? അവർ പറഞ്ഞ രണ്ടും കൂടെ കിടന്ന് കാറന്ന്. അതും ശരിയാ, സ്റ്റീവിൻ്റെ അത്ര ഒന്നും ഒക്കത്തില്ല. നാളെ ഒരാൾ ചോദിച്ചു, ഇയാൾ എന്തിനാ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ചില പെണ്ണുങ്ങൾക്ക് തലേ തുണിയിടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതൊക്കെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കാനാ. ഇങ്ങനെ ആ തലേ മൂടുപടം ഇടുന്നു. മൂടുപടം ഇങ്ങനെ, എന്നാലും അത്ര ഒന്നും ഇല്ലേലും ഇങ്ങനെയും പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? എന്തെല്ലാം സഹിച്ചാൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അറിയാമോ? എന്തിനാ എങ്ങനെയും നീയൊക്കെ ഒന്ന് ഉണവാകട്ടെന്ന് ഓർത്താം. അപ്പോൾ ഒത്തിരി അപാകതകൾ എനിക്കുണ്ടെന്ന്. വേറൊരാൾ പറഞ്ഞു അയാൾക്ക് കുടുംബ പാരമ്പര്യം ഒന്നുമില്ലെന്ന്. സത്യമാ, ഒന്നുമില്ല. വേറൊരാൾ പറഞ്ഞു ഓ നല്ല ജാതി പറന്നു ഒന്നുമല്ലെന്ന്. ഞാൻ അതൊന്നും സത്യം, ഇരിക്കട്ടെ അങ്ങനെ. വേറൊരാൾ പറഞ്ഞു അയാൾക്ക് കള്ളുഷാപ്പിൻ്റെ പാരമ്പര്യം, എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലിയാണ്. അതങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹം കള്ളുഷാപ്പിലെ ചെറിയ ജോലി അത് ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഉള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഒത്തിരി അപാകതയുണ്ട്. യേശുക്രിസ്തുവിന് യാതൊരു ഊനവുമില്ല. നമുക്കെല്ലാം ഒത്തിരി പോരായ്മകളുണ്ട് കേട്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. നമ്പിയാര് പണ്ട് പറഞ്ഞില്ലയോ, ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത് 1 2. ലക്ഷം മനുഷ്യർ കൂടിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2. ഒരുത്തനെ പറ്റി പറയാം, അക്ഷരം 56 അറിയാം, 1,00,000 ശ്ലോകം കുറയാതറിയാം, വിക്കികൾ കൊണ്ടത് പറയാൻ വകിയ. പുള്ളിക്ക് ശ്ലോകമല്ല അറിയാം, പക്ഷെ വിക്ക കകം കൃഷ്ണൻ ഭൂതന എന്നൊരു കഥയിൽ ഭൂതന എന്ന് പറയാൻ നേരം വെളുക്കും. കാര്യമൊക്കെ പുള്ളിക്ക് അറിയാം, പക്ഷെ വരുവക്കേടാ. വേറൊരുത്തനെ പറ്റി പറയാം, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. നല്ല കുടുംബത്തിലെ തോമാസിലേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നെന്നാ ചെല്ല് പറയാൻ. ആയിക്കോട്ടെ, പക്ഷെ എഴുത്തും വായനയും ചിലർക്ക് റാന്നിക്ക് പോയതാ, ചെന്നിറങ്ങിയത് മുക്കൂട്ടുതറയല്ല, വണ്ടി തെറ്റി കയറിപ്പോയത്. വേറൊരുത്തനെ പറ്റി പറയുക, കണ്ടാ നല്ലൊരു ഭൂരുഷൻ എന്നാൽ, ഒരുത്തനെ കണ്ടാ നല്ല ഫിഗറാ, കണ്ടാ നല്ലൊരു ഭൂരുഷൻ എന്നാൽ വേണ്ടാതീനം അതൊക്കെയുമുണ്ട്, മുഴുവൻ വേണ്ടാതീനമാ. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, 2ാം വാക്കിന് കയറിയടിക്കും. അങ്ങനുണ്ട്. ഒരുത്തന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുടവുണ്ടെന്നൊരു ദോഷം, കാലിനൊരു മുടന്ത്. വേറൊരുത്തനെ പറ്റി പറയാ, കൊടുവയ്ക്ക് തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം. പുള്ളി കഷണ്ടിയാൻ വെയിലത്തൂടെ പോയാൽ നെല്ലിട്ട് കൊടുത്താൽ മതി, പെടാന്ന് മലരിഞ്ഞ് വരുമെന്ന്. മനസ്സിലായോ? അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു വേറൊരുത്തന്നെ കാക്കക്കണ്ണൻ ഒരു ദോഷം. കാക്കക്കണ്ണ്, കാക്ക നേരം ഇങ്ങനെ ഇരിക്കുക, എപ്പോഴും ഇങ്ങനെ ലോകത്തിരിക്കുമ്പോഴും കാക്കക്കണ്ണ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകത എനിക്ക് നിങ്ങൾക്കുമുണ്ട്. എന്നാൽ യാതൊരു അപാകതകൾ ഊനവും ഒരു കുഴപ്പമില്ലാത്ത ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം അലങ്കിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നടകൊള്ളുന്ന ഉലാവുന്ന യേശു, ഊനമില്ലാത്തവൻ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേനുള്ളിൽ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന
പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് ആദിമനുജന ആദാമിൽ കൂടല്ലോ ആദിമനുജന ആദിമനുജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വന്ന പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഊനമില്ലാത്ത പാപമില്ലാത്ത പരമവിശുദ്ധന യേശു ക്രിസ്തു അവനെ ഓടിച്ച് മുമ്പോട്ട് പോകാൻ സമയത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ഈ മിസ്രയീം ദേശത്ത് ആബീബ മാസം 14-ാം തീയതി അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴല. ആ കുഞ്ഞാടിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടി മേലും പുരട്ടി. ഒറ്റവാക്കി പറയാം, ഇത് രക്ഷാനിർണയത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ചോരത്തളിയുള്ള ഒരു കുടുംബത്തിൽ പോലും സംഹാരകൻ കയറത്തില്ല. ഈ ചോര യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന് നിഴല. പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിന്നെ വിടുവിക്കുന്ന രക്തം, ആമേ ഹിമം പോലെ നിന്റെ അകൃത്യങ്ങളെ പൊറുപ്പിക്കുന്ന വെളുപ്പിക്കുന്ന രക്തം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം. ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഇത് വിലയേറിയ രക്തം. ആട്ടുകൊറ്റന്മാരുടെ കാനക്കിടാക്കുന്ന രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഈ രക്തം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെ, അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷിവചനത്താൽ ജയിച്ചെന്ന. അപ്പോൾ ഈ രക്തം ജയം തരുന്ന രക്തം. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. യേശുവിന്റെ രക്തം നിന്നെ വിജയമാക്കി തീർക്കും. ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന രക്തം. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിൽ പുരട്ടി ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീമിൽ നിന്ന് പോന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ ഓടി പോന്നതല്ല, രക്ഷാനിർണയം പ്രാപിച്ചാ പോന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം നിനക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏകരക്ഷകൻ, ലോകരക്ഷകൻ, ഏകരക്ഷകൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ. ഇന്ന് രാത്രി ആ രക്ഷകന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു വഴിയേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഓടിച്ചോടിച്ച് മുമ്പോട്ട് പോകുക. ആഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന്, നീ രക്ഷിക്കപ്പെടണം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിച്ചാലും അവർ യേശു കർത്താവ് രക്ഷിക്കും. ഇന്ന് രാത്രി അവിടെ നമ്മുടെ നടുവിലുണ്ട്.
ഓടിച്ചു പോകാൻ സമയം പോകുന്നത് കൊണ്ടാണ്. 2, ആഭിചാരം പറ്റാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം, ഈ പദം ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ സ്റ്റീവേ. 23-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി, നിർത്തിക്കേ. പിന്നെയും എഴുതിയിരിക്കുക ദൈവം അവരെ മിസ്രൈമിൽ നിന്ന്. ഇത് 2 പ്രാവശ്യം എഴുതി. അത് തന്നെ 2 പ്രാവശ്യം. അത് പറയാം. ആദ്യം എന്ന് പറയാൻ കാര്യം, ഇവര് കുഞ്ഞാടിനെ അടുത്ത് ചോരത്തിലെ ആചരിച്ചു, രക്ഷാനിർണയം പ്രാപിച്ചു. പിന്നെയും എഴുതിയിരിക്കുക മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. അത് കാരണം ചോരത്തിലെ ആചരിച്ചേച്ച് ഇവര് മിസ്രൈമിൽ തന്നെ കടന്നില്ല, അവിടെ തന്നെ കിടന്നില്ല, ചെങ്കടല് കടന്നു. ചെങ്കടല് കടന്ന് അക്കരെ കയറിയപ്പോഴാ മിസ്രൈമുമായി പൂർണ്ണമായിട്ട് ബന്ധം വിച്ഛേദിച്ചത്. ചെങ്കടല് കടക്കാതെ മിസ്രൈമിലാണെങ്കിൽ ഓർത്തോണം, രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയാം, പക്ഷേ മിസ്രൈം വിട്ടിട്ടില്ല. മനസ്സിലായോ? ചെങ്കടല് കടക്കാതെ, ചെങ്കടല് കടന്നാൽ അക്കരെ കയറിയാൽ അത് വേറൊരു രാജ്യമാണ്. പറവോന് അവിടെ അധികാരമില്ല, അത് വേറൊരു രാജ്യമാണ്. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. അപ്പോൾ ചെങ്കടല് കടക്കാത്തിടത്തോളം കാലം മിസ്രൈമില്ല. ചൊല്ലി പറയാനുണ്ട് രക്ഷിക്കപ്പെട്ടതുണ്ട്. പിന്നെ കൊച്ചു കുഞ്ഞുമതീശയുടെ കാലത്ത് ആണോ? പിന്നെ എന്തുവാനും ഞങ്ങളുടെ അച്ചാച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ചായനും രക്ഷിക്കപ്പെട്ടു. പിന്നെ പുഞ്ചമണ്ണിൽ മാവൻ്റെ കാലത്ത്, പുഞ്ചമണ്ണിൽ മാവൻ ഉദ്ദേശിച്ച് ഞങ്ങളുടെ വീട്ടിലല്ലയോ വന്ന് ഞങ്ങളുടെ അമ്മച്ചി കഞ്ഞി വെച്ച് അമ്മാവൻ രക്ഷിക്കപ്പെട്ടതാണെന്നോ കൊച്ചമ്മേ? പിന്നെ വലിയ കുഞ്ഞപ്പിയുടെ കാലത്ത്, വലിയ കുഞ്ഞപ്പിയും കൊച്ചു കുഞ്ഞപ്പിയും. അച്ചായനോ? ഞാൻ മുണ്ടക്കയം ജോണുപദേശിയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ടതാണ്. അമ്മാമയോ? ഞാൻ വെട്ടാപ്പാല ശൗമേല ചാനല്ലയോ എന്നെ രക്ഷിക്കപ്പെടുത്തിയത്. ഇവിടെ വെട്ടാപ്പാല ഇല്ലേ? പുതിയതായതുകൊണ്ടാ. ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരും പഴയ ചരിത്രം പറയുക രക്ഷിക്കപ്പെട്ടെന്ന്. ആയിക്കോട്ടെ, രക്ഷിക്കപ്പെട്ടേച്ച് നീ അവിടെ തന്നെ നിൽക്കരുത്. രക്ഷിക്കപ്പെട്ടവർ മിസ്രയീം വിടണം. എപ്പോഴാ മിസ്രയീം വിടുന്നത്? അത് ചെങ്കടൽ കടന്ന് അക്കരെ കയറുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ചെങ്കടൽ കടക്കുക എന്ന് പറഞ്ഞാൽ അത് സ്നാനമാ. മുഖമെല്ലാം വല്ലാതാകുന്നു. ഇപ്പൊ ചൊല്ലി എന്തിക്കാ പോയേക്കാം, മതി ഉണ്ടോ? അയാൾ പരുവത്തിന് കൊണ്ടുവന്ന് അങ്ങോട്ട് കയറ്റുക. ഇതാ ഇവൻ്റെ എല്ലാം തൊടില്. വല്ല ജാതി പോയിരുന്ന് എന്തെങ്കിലും കേൾക്കാമെന്ന് ഓർക്കുമ്പോൾ അതിലോട്ട് കൊണ്ടങ്ങ് ആണ്ടാ അമ്മാമ്മയെ നോക്കുന്ന സൂസമ്മയെ പോയേക്കാന്നാ. പോകരുതേ, അവിടെ ഇനി 2 പേരും ഓടി. ഞാൻ കണ്ടു 2-നെ. പിന്നെ ദൈവത്തിനും ഞാൻ സത്യമായ കാര്യം അങ്ങ് പറയുന്നേ ഉള്ളൂ. എനിക്കിങ്ങനെയൊക്കെ ഓക്കൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചെങ്കടല് സ്നാനത്തെ കാണിക്കുന്നതാ. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 10:1 മുതൽ വായിര് പെട്ടെന്ന്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിങ്കലിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിന്റെ ജ്ഞാനമേറ്റ് മോജയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയപാറയുന്നല്ലോ അവർ കുടിച്ച പാറ ക്രിസ്തുവാകുന്നു. പണ്ട് ഷണ്ണനോട് ചോദിച്ചപ്പോൾ ഗ്രഹിക്കുന്നുണ്ടോ? വായിക്കുന്നതേ ഉള്ളൂ. ഞാനും അങ്ങ് വായിക്കുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. പിന്നെ എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവിടെ അതിന്റെ പോയിന്റ്. അപ്പം ഈ ചെങ്കടൽ എന്നുള്ളത് സ്നാനമാണ്. അപ്പോൾ മിസ്രയീം വിട്ടെന്ന് 2ാമതേം പറയാൻ കാരണം ഇവര് ചെങ്കടൽ കിടന്ന് അക്കരെ കയറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ എൻ്റെ വെണമാമേ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടെ. ഇത് ഞാൻ കാവാലത്തിൽ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നതല്ല, ഇത് വേറെ പുസ്തകത്തിലെ കാര്യമാണ്. ഉടനെ പുസ്തകത്തിൻ്റെ സിബ് വിട്ട് കണ്ടു കാണിക്കുക പോയേക്കാം. എഴുന്നേക്കാം, അന്നേരം ബാക്കിയും കൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ മഹത്വം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല. ഈ സ്നാനം പെന്തിക്കോസുകാർ ഒപ്പിച്ചതല്ല. ആ പെട്ടകത്തിൽ
അതുപോലെ അല്പജന 8 പേര് അവര് വരെ സ്നാനപ്പെട്ടതാ. അല്ലാതെ ചെല്ലു പറയാ കുക്കു സാഹിബ് കൊണ്ട് ഇടത് കുക്കും പൊക്കും ഒന്നും കൊണ്ടുവന്നതല്ല. നാഗൽ സാഹിബും നോയ സാഹിബും കൊണ്ടുവന്നതല്ല സ്നാനം. ഇത് കുന്നപ്പുറത്ത് സൈമൺ സാർ കണ്ടുപിടിച്ചതല്ല സ്നാനം. ഇത് ഉണ്ണുണ്ടി സാർ കണ്ടുപിടിച്ചതല്ല സ്നാനം. ഇത് തോട്ടുകര TM വർഗീസ് ഒപ്പിച്ചതല്ല സ്നാനം. BA തമ്പിയുടെ നല്ല സ്നാനം. കല്ലുമല കുഞ്ഞുമാനച്ചാൻ്റെതല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് IPCയുടെ നല്ല സ്നാനം. അസംബ്ലീസ് കോഡിന്റെ അല്ല, ചർച്ച് ഓഫ് കോഡിന്റെ അല്ല, ഷാരോന്റെ അല്ല, കല്ലുമലക്കാരുടെ TPM പാസ്റ്റർ പോളൊപ്പിച്ചതല്ല. സ്നാനമോ ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. വിസ്തരിക്കുന്നില്ല. അറിയാമല്ലോ എന്തിനാ ഞാൻ ഇതെല്ലാം എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇരുപ്പ് കാണുമ്പോൾ അറിയാം, നോട്ടോ ഞങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങളെ ഒന്ന് കാണണമെന്നും കൂടെ ഇവിടെ ഒരു തള്ള പറഞ്ഞു. അടുത്ത് കാണാൻ വന്നത്, അല്ലാതെ ബലപ്പെടാനെന്നും പറഞ്ഞത് എന്നോട് പറഞ്ഞു. TV-യിലൊക്കെ കാണുക. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ അടുത്തൊന്ന് എല്ലാം അറിയാം. ആണ് അതാ, എല്ലാം അറിയാം. ദൈവത്തിന് മകത്വം. പണ്ട് സക്കായി അങ്ങനല്ലേ, എങ്ങനെയാണൊന്ന് കാണണം. നീളക്കുറവായതുകൊണ്ട് കാണുന്നുമില്ല. പിന്നെ പുള്ളി ഒരു ഗുണം ചെയ്ത് നേരെ മുന്നോട്ട് ഓടി. അതാ കണ്ടത്. മുന്നോട്ട് വന്നാൽ കാണാം. നമ്മൾ പിന്നെ കാണണമെന്ന് പറഞ്ഞ് പിന്നെ ഞണ്ട് വലിയും പോലെ പുറകോട്ട് വലിയും. മുന്നോട്ട് ഓടിയൊരു കാട്ടത്തിയുടെ അവിടെ മേളിൽ കയറുന്നു. ഇലയെല്ലാം പുള്ളി ഉദ്ദേശിച്ചത് താഴെ വന്നു ജോവിനെ കാണും. മൊബൈലൊന്നും വന്നില്ല, അല്ലേ പുള്ളി എടുത്ത് തന്നെയായിരുന്നു. ശിഷ്യന്മാരും പറയുന്നില്ല, ബഹുപുരുഷാരം ഇങ്ങോട്ട് കർത്താവ് സൂക്ഷം കാട്ടത്തിയുടെ കീഴി വന്നവൻ പറഞ്ഞു, സഖായി ഉരുണ്ട് വീഴാതെ വരാൻ പറഞ്ഞു. ഉരുണ്ട് വീഴുന്നെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക വെപ്രാളത്തിന്. ഞെട്ടിപ്പോയി. പെട്ടെന്ന് വരാൻ ചവിട്ടി വന്നപ്പോഴേ കർത്താവ് ഇങ്ങോട്ട് അത്തീടിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അതിന് എടാ, സമുദ്രത്തിന്റെ അടുത്തൊട്ടൊക്കെ ഊളികിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിലിരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. പിന്നെ അന്ന് അത്തയുടെ മേളിൽ ഇവൻ അത്തയുടെ മേളിൽ ഇരിക്കുക. കർത്താവ് കണ്ടു, ഇറങ്ങും. അന്നേരം ഒരുത്തൻ അത്തിയുടെ കീഴിലിരിക്കുക. അത്തിയുടെ കീഴില്. യോ, എന്നെ എപ്പോ കണ്ടു? നീ അത്തിയുടെ കീഴിലിരുന്നപ്പം. അപ്പം മേളിൽ ഇരുന്നാലും കാണും. പിന്നെ ചരിത്രം പറയുന്നത് ആദി മാതാവാകുന്ന ഔവായും അപ്പച്ചന് ആദാമും പാപം ചെയ്ത് അത്തിക്ക് മറഞ്ഞിരുന്നെന്ന. അതുകൊണ്ടായിരിക്കും തള്ള അത്തിയലെ എല്ലാം കൂടെ. അപ്പം മിക്കവാറും അതിന് മറയാനാ സാധ്യത. അപ്പം എൻ്റെ ഭാഷ പറഞ്ഞ അത്തിയുടെ മേളിൽ ഇരുന്നാലും കർത്താവ് കാണും, അത്തിയുടെ കീഴിയിരുന്നാലും കർത്താവ് കാണും. അത്തിക്ക് കർത്താവിന് കഴിയാത്ത കാണാത്ത വല്ലതും ഉണ്ടോ? ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സ്നാനം നമ്മൾ ആരും കണ്ടുപിടിച്ചതല്ല, ദൈവം നേരത്തെ ക്രമപ്പെടുത്തി വെച്ചതാ. യേശുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടാൻ എടുത്തോണ്ടല്ല നടന്നാ വന്നേ. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, നടന്നാ വന്ന്. 30-ാം വയസ്സിൽ സ്നാനം ഏൽപ്പതീന് തൊൽപുരം വെടിഞ്ഞു യുദ്ധ്യ തന്നിൽ വന്നു. 30-ാം വയസ്സിൽ സ്നാനം ഏൽപ്പതീന് തൊൽപുരം വെടിഞ്ഞു യുദ്ധ്യ തന്നിൽ വന്നു. സ്വൽപ്പവും മടിച്ചിടാതെ യോദിനോടൊക്കിനുള്ളിൽ അല്പനാകും മർത്യനെന്നപ്പോൾ മറ്റിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, രാജപാത്രമായ ലോകമാകെയുദ്ധരിപ്പലിന് കന്യകയിൽ ജാതനായി വന്ന നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ യേശു യോഹന്നാന്റെ സ്നാപകന്റെ കൈക്കീഴിൽ നടന്നാ വന്നത്. നടന്നു വന്നപ്പോ യോഹന്നാൻ യേശുവിനെ വിലക്കി. നീ എന്നാ സ്നാനപ്പെടും? അപ്പം കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് അതല്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ബ്രദറുകാര് അതെല്ലാം നല്ല കൃത്യത്തിന് ഉപദേശപ്പാട്ടല്ല എഴുതി വെച്ചേക്കുന്നത്. വിശേഷിച്ച് സൈവൺ സാറ് എന്നാ എന്തോ നല്ല പാട്ടാണെന്നറിയോ, അതെല്ലാം നല്ല കൃത്യത്തിനാ. യേശുവിൽ സ്നേഹമുള്ള ഞാനൊന്ന് പാടി വെച്ച് വായിക്കണേ. അപ്പം വായിക്കരുത്, കാരണം പാടുന്ന എന്നാന്നൊന്ന് കേൾക്കണ്ടേ.
വേണേ ഹാർമോണിയം ഒന്ന് ശ്രുതി കിട്ടും. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. ഒരു വരിയും കൂടെ പാടി നിർത്താം, ഒത്തിരി ഉണ്ട്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരോടും കേൾക്കുന്നവരോടെല്ലാം ഞാനും അങ്ങ് പറയുക, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. ആമേൻ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ ആഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന് രക്ഷിക്കപ്പെട്ടവരാ, രണ്ട് ഇവര് സ്നാനപ്പെട്ടവരാ. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട ദൈവവൈതലേ, നിനക്കൊരാഭിചാരവും പറ്റത്തില്ല. മൂന്ന് കമ്പിവാചകം പോലെ നിർത്താം. മൂന്ന് ആഭിചാരം പറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച സ്റ്റീവ്. 24:7. അവന്റെ തോട്ടങ്ങളിൽ നിന്ന്, നന്നായിട്ട് വായിര്, അവന്റെ തോട്ടികളിൽ നിന്ന്, നന്നായിട്ട് വായിക്കാൻ, അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇനി അധികം ഒഴുക്കണ്ട, മതി. തോട്ടമായി തൊട്ടിയായി തോട്ടിയായി. എന്നാലും വായിക്കുന്നുണ്ടല്ലോ നല്ല തൻ്റെ ഇടത്തോടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട, പുള്ളി കഷ്ടപ്പെട്ട് വായിക്കുക. വായിക്കു തരട്ടെ, വായിക്കാവോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ആഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന് ഇവര് രക്ഷിക്കപ്പെട്ടവരാ, രണ്ട് ഇവര് സ്നാനപ്പെട്ടവരാ, ചെങ്കടൽ കടന്നു. മൂന്ന് ഇവിടെ 24-ാം അധ്യായത്തിന്റെ 7-ൽ കണ്ടത് അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. വെള്ളം ഒഴുകുന്നെന്ന്. ഈ വെള്ളം വേദപുസ്തകത്തിൽ വെള്ളം രണ്ട് കാര്യത്തെയാ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ, രണ്ട് ദൈവത്തിന്റെ വചനത്തെ. ദൈവത്തിന് മഹത്വം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം, വെള്ളത്താലും ആത്മാവിനാലും എന്ന് യോഹന്നാൻ 3. ആ വെള്ളം ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 7:38 യേശു ഉത്സവത്തിന്റെ മഹാനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറയാ, ദാഹിക്കുന്നവനല്ല എന്റെ അടുക്ക വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ഹൃദയമാകുന്ന തൊട്ടിയിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഈ വചനത്തിന്റെ നദി ഒഴുകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ 3 നീ അഭിഷേകം പ്രാപിക്കണം. ആ പദമൊക്കെ പറയുമ്പോ ചിലർ ചിലപ്പം എതിർക്കാനും ഉടകാനും ഒക്കെ വരും. എന്നെ പിടിക്കരുത്, ഞാനില്ലേ. ഉടക്കാൻ ഞാനില്ല, തർക്കിക്കാനില്ല, കണ്ണിക്കാനൊന്നുമില്ല. ചുച്ചനും ഗുരുവും കണ്ണിച്ച് ഊപ്പാട് വന്നു. ഗുരു ആറാട്ടുപുഴ കണ്ണിക്കുമ്പോൾ ചുച്ചൻ കുമ്പനാട് കണ്ണിക്കും. ഉടനെ പിറ്റേന്ന് ഗുരു വന്ന് പൂവത്തൂര് കണ്ണിക്കും. ഉടനെ ചുച്ചൻ നേരെ മാരാമണ്ണ് മണക്ക് കണ്ണിക്കും. എന്നും കാണണം ചുച്ചനും ഗുരുവും മാറി മാറി. അവസാനം 2 സഭയിലെയും മെയിൻ ആൾക്കാർ പറഞ്ഞു, മതി, 2 പേരും തോക്കുന്നില്ലെന്ന് പറഞ്ഞു. രണ്ടും കട്ട കാരണം ഒരു നാഴിക്കകത്ത് ഇറങ്ങുകയല്ലോ.
നിർത്താൻ പറഞ്ഞു. ഇതേ ഒരനുഭവമാണ്. ഇന്നും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ ശോധനയും പ്രതികൂലമൊക്കെ വരുമ്പോൾ ആരുമില്ലെങ്കിലും മുട്ടയിലിരുന്ന് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൊന്ന് നിറഞ്ഞ് സ്തോത്രം ആത്മാവിലൊന്ന് ബലപ്പെട്ട് അന്യഭാഷാ ഭാഷണത്തിലൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് ദൈവത്തോടാ. ഇത് മനുഷ്യരാരും തിരിച്ചറിയുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്നോടൊരു തള്ള പറഞ്ഞു, അന്യഭാഷ ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, തള്ളയെ നിങ്ങളോടല്ല പറഞ്ഞു, നമുക്കെല്ലാം മനസ്സിലാകും. അന്യഭാഷയിൽ സംസാരിക്കുന്ന തള്ളയോടത്ര അങ്ങനെയാണോ? ഓ, ദൈവത്തോടത്ര. ഇനി തള്ളക്കല്ലേ ഇതെല്ലാം പിടികിട്ടും. ഇത് മനുഷ്യരോടൊന്നും അല്ല പറഞ്ഞു, ദൈവത്തോ. അവൻ ആത്മാവിൽ മർമ്മം സംസാരിക്കുക. ദൈവത്തിന് മഹത്വം. വിലക്കുകയും ചെയ്യരുത്. 2-ാം അധ്യായത്തിൽ സംസാരിച്ചു തുടങ്ങിയെന്നാ. ദൈവത്തിന് മഹത്വം. ഇത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഒരു ശക്തിയും നിന്നെ തൊടുകയല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ പലരും അനുഭവസ്ഥരാ. ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയാ കേട്ടോ. കൂടോത്രോ മന്ത്രവാദോ ആഭിചാരോ ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്ത പല വീടുകൾ, അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളിൽ കൂടെ പോയ വീടുകൾ, ഗതിയില്ലാതെ ഗത്യന്തരമില്ലാതെ തകർന്ന് മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലിയ അനേക ഭവനങ്ങൾ എനിക്കറിയാം. പക്ഷേ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരും ദൈവമക്കളും അങ്ങനെയുള്ള വീട്ടിൽ ചെന്ന് സ്തോത്രം ചെയ്ത് മുടങ്ങാൻ ചിലപ്പോൾ നല്ല പായോ ഇരിക്കാൻ പുൽപ്പായോ തഴപ്പായോ ഒന്നും കാണുകയല്ല. ചണച്ചാക്കാ മതി. ഒരു പൊട്ടിയ നമ്പേറ കാണാനൊന്നും ഞങ്ങളെ വലിയ ചതവൊന്നുമില്ല. എനിക്ക് പലരും അത്ര ഗ്ലാമർ ഒന്നുമില്ലെന്ന്. ഇപ്പോഴല്ലേ ഇച്ചിരി പച്ച പിടിച്ചത്. കാണാനൊന്നും വലിയ ഗ്ലാമറില്ല, കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല, വലിയ വിദ്യാ നിപുണതയൊന്നും പറയാനില്ല. പക്ഷേ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അങ്ങനെ പോരാട്ടവും ബന്ധനവും ആഭിചാരവും മന്ത്രവാദമൊക്കെ ഉള്ള വീടുകളിൽ ഇങ്ങോട്ട് ചെന്ന് മുടങ്കാനും അടക്കി എന്റെ ഭാഷയാ 2 ശീലി പാട്ടുമൊക്കെ ഇങ്ങോട്ട് പാടി. പൊട്ടിയ നമ്പേറാ, നല്ല നമ്പേറ് മേടിക്കാൻ കാശൊന്നുമില്ല. ആ പൊട്ടിയ നമ്പേറാന്നൊക്കെ ഒന്ന് അടിച്ച് 2 ശീലി പാട്ടങ്ങോട്ട് പാടി ആത്മാവിലങ്ങോട്ട് നിറഞ്ഞ്, അല്ല ഒന്നുകൂടെ തെളിച്ച് പറയാ, മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സകല കെട്ടും പൊട്ടും. അത് പൊട്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടെന്ന്. ആഭിചാരത്തിന്റെ കുട്ടിയെ അടിക്കുന്ന ശക്തിയാ ദൈവാത്മ ശക്തി. അന്ധകാരത്തിന്റെ കോട്ടകളെ തകർക്കുന്ന ദൈവശക്തിയാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നൽകൊടുക്കും. നിന്റെ കുടുംബത്തിൽ പോരാട്ടമോ ബന്ധനമോ അന്ധകാരത്തിന്റെ കോട്ടകളുണ്ടെങ്കിൽ പതറണ്ട. ആത്മനിറവുള്ള ദൈവമക്കൾ, അഭിഷേകമുള്ള ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, ആത്മശക്തിയുള്ള ദൈവമക്കൾ വന്ന് മുഴങ്കാലിന്മേൽ ഇരുന്ന് പാട്ടുപാടി ആത്മാവിൽ ബലപ്പെട്ടാൽ സകല കെട്ടുപൊട്ടും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ദൈവവൈതലല്ലേ, നീ അനുഭവിച്ച ദൈവവൈതലല്ലേ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, മഹത്വം കൊടുക്ക്. ആത്മാവിലൊന്ന് ശക്തിപ്പെട്. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി ഈ പന്തൽ, ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ സകല കെട്ടുകളെ പൊട്ടിച്ചു വേണം പോകാൻ. ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്ത ദൈവാത്മാവിന്റെ വ്യാപാരം, അഭിഷേകത്തിന്റെ ശക്തി നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ നിന്റെ തലമുറയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആത്മശക്തിയോട്, ആത്മബലത്തോടെ ദേശത്തിന്റെ പള്ളക്കാടുകൾ ഇന്ന് രാത്രി ഇളകട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. പുഷ്ടി നിമിത്തം മുഖം തകരുന്നതാ. ഇന്ന് രാത്രി നമ്മുടെ പോരിന്റെ ആയുധ ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദേശം വിടുവിക്കപ്പെടട്ടെ, ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. ഈ സമീപവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലത്തുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദേശത്ത് കുടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ കോട്ട ഇന്ന് രാത്രി അടിയട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവശക്തി, ദൈവകൃപ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം.
കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. വേഗത്തിൽ നിർത്തുക. ഒത്തിരി കാര്യം പറയാനുണ്ട്. ആഭിചാരം പറ്റാതിരിക്കാൻ 1 വിഷയത്തോട് ബന്ധപ്പെട്ട രക്ഷിക്കപ്പെട്ടവരാ. 2 ആഭിചാരം പറ്റാതിരിക്കാൻ സ്നാനപ്പെട്ടവരാ. 3 ആഭിചാരം പറ്റാതിരിക്കാൻ അഭിഷേകം പ്രാപിച്ചവരാ. 4 5 കാര്യം പറയും. 4 5ആകുമ്പോൾ ഒരു കണക്കല്ലേ. ആവീത് പോയപ്പോൾ എത്ര കല്ല എടുത്ത്? അപ്പോൾ ഇരിക്കട്ടെ. എത്ര വരലുണ്ട്? ഇന്ദ്രിയം എത്രയാ? അപ്പോൾ 5 എന്നുള്ളത് നല്ല കണക്കാ. അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ പഞ്ചഗ്രന്ഥമാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആഭിചാരം പറ്റാതിരിക്കാൻ 1 രക്ഷിക്കപ്പെട്ടവരാ, 2 സ്നാനപ്പെട്ടവരാ, 3 അഭിഷേകം പ്രാപിച്ചവരാ, 4 അതൊന്നും പറയാതിരിക്കാൻ ഒക്കത്തില്ല, പറഞ്ഞു നോക്കുള്ളൂ. 4 വേർപാട് പാലിച്ചവരാ. വായിച്ചേ 23-ന്റെ 9-ഉം 10-ഉം വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ശീലാഗ്രഹങ്ങളിൽ നിന്ന്, ശീലാഗ്രഹമല്ല ശിലാഗ്രഹം, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ആയിക്കോട്ടെ, കണ്ടാ മതി. ഞാൻ അവനെ കാണുന്നു, കണ്ടാ മതി. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഒറ്റവാക്കി പറയാം, ആഭിചാരം പറ്റാതിരിക്കാൻ കാര്യം വേർപാട് പാലിക്കുന്നവരാ. വേർപാട്. പണ്ട് ചില ആൾക്കാരെ വേർപാടുകാരെന്നാ പറയുന്നത്. നമ്മൾ ചോദിക്കല്ലേ, അവര് വേർപാടുകാരാ. ഇപ്പൊ അങ്ങനെ പദം അധികം. അതെന്നാ ഇപ്പൊ പറയാം. അച്ഛനാണ്ട് ആൻസർ പറഞ്ഞു. അതാ എൻ്റെ മറുപടി. ഇപ്പോഴങ്ങനെ അധികം പറയാത്തത് വലിയ വേർപാടൊന്നും പേരേ ഉള്ളു വേർപാടെന്ന്. നെയ്യപ്പവന്റെ പേരാ. നെയ്യ് വല്ലതും ഉണ്ടോ? വെളിച്ചെണ്ണയാണെങ്കിലും സഹിക്കാം. ഓയില്, പന്ന ഓയില് പിറ്റേന്നെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടുപാല് വരുന്നത് പോലെ. അറിയാമല്ലോ. ദൈവത്തിന് മകത്ത് പേരിപ്പോഴും. ഞാൻ തിരുവനന്തപുരത്തിനടുത്തൊരു യോഗത്തിന് ചെന്നപ്പോഴേ, നല്ല യോഗമാണ്. യോഗം കഴിഞ്ഞപ്പം അവിടുത്തെ നടത്തിപ്പുകാരൻ ഉപദേശിച്ച് പറഞ്ഞു, ഈ മഹായോഗം ഇത്രത്തോളം അനുഗ്രഹമാക്കി ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ കർത്താവിൻ്റെ വലിയൊരു ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വരും. അപ്പം ഞാനും കണ്ണടച്ചിരിക്കുക. ഉറച്ചു കഴിഞ്ഞിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു വല്യപ്പനെയും പിടിച്ചുകൊണ്ട് 2 പേര് വരിക. അപ്പം ഞാൻ അടുത്തിരുന്ന പുള്ളിയോട് ചോദിച്ചു, അതാരാ? അതാണ് ആരോഗ്യസ്വാമി. എഴുന്നേറ്റ് നിൽക്കണേ 2 പേര്. ഇടവും വല്ലതും വേണം. പേരെന്നാ? ആരോഗ്യം വല്ലതും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അച്ചായൻ പറഞ്ഞു ഉണ്ടെന്ന്. വേർപാട് പേരേ ഉള്ളെന്ന്. വിശ്വാസികളെന്ന് പേരേ ഉള്ളു. വിശ്വാസം ഒന്നും പലർക്കും ഇല്ല. പക്ഷേ ഒരു കാര്യം പറയാം, ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ നീ വേർപാട് പാലിക്കണം. പണ്ട് പിതാക്കന്മാര് ഉപേക്ഷിച്ചതല്ല നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു ഉപദേശിച്ചു എടുക്കുക. അവര് വിട്ടതല്ല. സൈമൺ സാർ ഒരു പാട്ട് എഴുതി. അവരെ വിയോജിതക്കാരെന്നാ, വിയോജിതര്, വേർപാടുകാര്. സാറ് നല്ലൊരു പാട്ടൊരിക്കലും എഴുതി. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ: സത്യം അറിഞ്ഞിട്ടും വരാതെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുക. അപ്പോൾ അവർ വരാൻ വേണ്ടി പുള്ളി പാട്ടെഴുതി. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ: വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്, പ്രേമമുള്ളോരമ്മനമുകളും ശനിർ ഹർമോൻ മുടികളും വിട്ട് നീ പോരിക ശാലോമിയെ വാരി. എൻ്റെ പ്രിയ ഒന്ന് പാടുറക്കെ. എൻ്റെ പ്രിയേ ചേലേഴും സ്വർലോക സുന്ദരിയേ, ആ ബാങ്കുകൾ ചിട്ടികൾ കമ്പനികൾ തീങ്ക് ചെയ്യും കളിഷോടതികൾ, ജിംനേഷ്യമോടാത നാടകശാലകൾ, ജിംനേഷ്യമോടാത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ ശാലോമിയെ വാരി എൻ്റെ പ്രിയേ ചേലേഴും സ്വർലോക സുന്ദരിയേ. ചില്ല ചില്ലെന്നുള്ള ശബ്ദം അത് വേണ്ട.
ഇനിയുണ്ട്. മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ കാളഞ്ഞുകളോടു യൂണിവേഴ്സിറ്റിയും കാളഞ്ഞുകളോടു യൂണിവേഴ്സിറ്റി ഓ ഏതുമേ നോക്കാതെ പോരികനായിക ഏതുമേ നോക്കാതെ പോരികനായിക. അപ്പൊ ശ്രദ്ധിച്ചേ, ബാങ്ക്, ചിട്ടി, കമ്പനി, തീങ്ക ചെയ്യും, കളിച്ചോട്ടതി, വീട്, മാളിക, മേളമിടുന്ന ഗോപുരങ്ങൾ, എല്ലാം വിട്ടേച്ച് വരാൻ ഇനിയുണ്ട്. പാട്ട് പാടിയാൽ നിങ്ങൾ ഉടക്കും. ഞാൻ എഴുതിയതല്ല, സൈമൺസാർ എഴുതിയതാ. വേക്ഷ വിശേഷങ്ങൾ ആഭരണം ജാതികൾക്കുള്ള ദുരാചരണം. വേഷവിശേഷങ്ങൾ അല്ല, വേഷവും വിശേഷവും ഉണ്ടല്ലോ, ഒത്തിരി ആഘോഷം, ആചാരം, അനുഷ്ഠാനം, ഇതെല്ലാം ഉപേക്ഷിച്ച് വന്നതാ വേർപാട്. ഇപ്പോൾ അതൊന്നും വിഷയമല്ലോ ചിലർക്ക്, ഒന്നും വിഷയമല്ല. 28 കെട്ടിനും പോകും, മാമൂദിക്ക് പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, 40-നും പോകും, ഓണക്കളിക്കും പോകും, പുലി കളിക്കാനും പോകും, പിന്നെ തിരുവാതിരയ്ക്കും പോകും, കലോത്സവത്തിനും പോകും, എല്ലാത്തിനും പോകും. എന്നാ എല്ലാവരും പമ്മിയിരിക്കും. വേർപാടൊന്നും ഇല്ലെന്നാണ്. തേക്കുക, ഇടുക, എടുക്കുകയും ആട്ടവും പാട്ടവും കുടിയും തീനും പൊളപ്പും എല്ലാം ഉണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ ചിലർ ഇന്നും വേർപാടൊന്നുമില്ലെന്ന്. കല്യാണം കഴിയുമ്പോൾ മലത്തുകാല് വെച്ച് കയറുക, അമ്മക്കച്ച കൊടുക്കുക, വീട് പുറത്തേക്ക് പണിയുമ്പോൾ പാല് കാച്ചുക, ഒന്നും വിട്ടിട്ടില്ല. വലിയ പാടാ ഇതൊക്കെ വിടാൻ. എന്നാ എല്ലാവരും ഉരുള് പൊട്ടിയതുപോലെ സങ്കടപ്പെട്ട് ഉള്ള കാര്യമായി പറ. ഇവിടെ പെന്തിക്കോസ് 2 പേര് കല്യാണം നടത്തുമ്പോൾ നട വിളിച്ചു. നട ഇങ്ങ് പറഞ്ഞാൽ മനസ്സിൽ നട നടോ നട. അപ്പം മെയിൻ പാസ്വേഡ് പറഞ്ഞു, ഓ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാകാഴിയാന്ന് ഞാൻ തെളിയിക്കണോ? ആണെന്ന്. അയ്യോ, അത് അവര് ചെയ്തോട്ടെ. ഈ പ്രമാണത്തിൽ നിൽക്കുന്ന നിനക്ക് ഇത് പാടില്ലെന്നുള്ളതാണ്. ഈ പ്രമാണത്തിൽ നീ ദൈവ ഇതല്ല, മറ്റുള്ളവർ ചെയ്യട്ടെ. അത് അവരുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. അതിലൊന്നും നമ്മൾ കൈകടത്തണ്ട. ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നീ വേർപാട് പാലിച്ചില്ലെങ്കിൽ അടിച്ച് നിന്റെ പരിപ്പളക്കും ദൈവം. ഒറ്റ ദിവസത്തെ യോഗമായതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു നോക്കുകയുള്ളൂ. ബൈബിളിനെ സിപ്പിട്ടൊന്നും കാണിക്കരുത്. ഇപ്പം നിർത്തുകയല്ല. മൂക്കയിരിക്കുന്ന കണ്ണട എടുത്ത് മടക്കിയ ചവിടിയിരിക്കും, ഒളിച്ചോട്ട് പറയും. വേർപാട് പാലിക്കണം. ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആരാ? ഒറ്റ വാക്ക് പറഞ്ഞ തിരുമേശി എടുക്കുന്ന നീ. ഞായറാഴ്ച വരുമല്ലോ, എലി വിഷം തിന്നാൻ വരും, ഇച്ചിരി തരുമല്ലോ, അതെടുത്തോ. എടുക്കുന്ന നീ വേർപാട് പാലിക്കണം. നാടോടുമ്പോ നടുവേ ഓടരുത്. നീ ഏത് ദേശത്ത് ചെന്നാലും ദൈവപൈതലായി കർക്കശമായി വേർപാട് പാലിക്കണം. വേർപാട് പാലിച്ചാൽ ഒരു ആഭിചാരവും നിന്നെ തൊടുകയല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാവരും വേർപാടൊന്നുമില്ല. നമ്മളത് പറഞ്ഞാണ് ഒരു അതിവിശുദ്ധം വന്ന് ചാടിയേക്കുന്നു. അതിനെ പോകാറായ വായിയൊക്കെ എടുക്കും. ഇവിടെ കേട്ട് വെച്ചു ഗുണമുള്ള കാര്യം. ദൈവത്തിന് മഹത്വം. കർക്കശമായി ദൈവമക്കളോടാ പറയുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും പാരമ്പര്യത്തിൽ നിന്നും പോകാൻ നിനക്ക് പ്രമാണമില്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ പരിഗണിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. മനസ്സിലായോ? ഏത് ആണ്ടടമെല്ലാം നിരങ്ങി കിട്ടുന്നതെല്ലാം മേടിച്ചങ്ങ് നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ഒരുത്തനൊരു സാധനം കഴിച്ചു വെച്ച് പറഞ്ഞതാ, നല്ല ഞാൻ ആദ്യം എന്നതാണെന്ന് ഇപ്പൊ പൊതുവെ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. യുവക്കളെ കർക്കശമായി ഇപ്പം സഭയിലൊന്നും വേർപാട് പറയാനൊക്കത്തില്ല. പറഞ്ഞ ഉടനെ സ്ഥലം മാറ്റം തരും. എന്നാ വാസ്തു ഇത്ര ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. എനിക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് തീർത്ത് പറയും. നീ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, കൈ തന്നാലും കൊള്ളാം, കാല് തന്നാലും കൊള്ളാം. സമയമൊന്നും അധികമില്ലെന്നേ തീർത്ത് പറഞ്ഞു വെച്ച് അങ്ങോട്ട് പോകണം.
ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ആഭിചാരം പറ്റാതിരിക്കാൻ എന്തൊക്കെയാ? ഒന്ന്, ഇവർ രക്ഷിക്കപ്പെട്ടവരാ. രണ്ട്, സ്നേഹപ്പെട്ടവരാ. മൂന്ന്, അഭിഷേകം പ്രാപിച്ചവരാ. ഇരിയടാ, അവിടെ തീർന്നില്ലടാ, അമ്മ ഇവിടെ ഇരിപ്പോണ്ടടാ. അവൻ പോങ്ങി നോക്കുന്നു, അമ്മച്ചി ഉണ്ടടാ ഇവിടെ, നിന്നെ കൊണ്ടേ പോകും. ഇല്ല, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ട്. നാല്, ആഭിചാരം പറ്റാതിരിക്കാൻ നീ വേർപാട് പാലിക്കണം. അഞ്ച്, അതുകൂടെ പറഞ്ഞത്, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. സ്റ്റീവ് 24-ാം അധ്യായത്തിന്റെ 19 ഒന്ന് വായിച്ചു. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. മതി. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. മതി. ഇനി 5, ഒരുവൻ ഭരിക്കാൻ വരുന്നുണ്ട്. അത് യേശുവിന്റെ വീണ്ടും വരവാ. സ്തോത്രം. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കാൻ വരും കേട്ടോ. യെശയ്യാവ് 32:1 വായിര്. പെട്ടെന്ന് വായിച്ചു. കാണാതൊക്കെ പറയേണ്ട വാക്യമാണ്, എന്നാലും അങ്ങ് വായിച്ചു. ഓരോ ആളാണോ മറിക്കുന്നത്? ഉദ്ദേശം വെച്ച് മറിക്കുമ്പോ പെട്ടെന്ന് കിട്ടുക. ഒരു രാജാവ് നീതിയോടെ വാഴും. മതി. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബിൽ നിന്നൊരുത്തൻ ഭരിക്കാൻ വരും. ആര്? യേശു ക്രിസ്തു. എന്താ? വീണ്ടും വരും. ആ വരവിനായിട്ട് ഒരുങ്ങണം. ആ വരവിനെ നോക്കി പാർക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ദൈവത്തിന് മകത്ത് യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ നേരത്തെ വന്നു. രണ്ട് വരവാ. ആദ്യത്തെ വരവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ഉം 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ വരവുണ്ട്. രണ്ടാം വരവിന് 2 ഘട്ടമാ. ആ 2-ാം ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ടം മേഘപ്രത്യക്ഷതയാ. ആ മേഘപ്രത്യക്ഷതയിൽ കാഹളം ധ്വനിക്കും. ആമേൻ, സ്തോത്രം. പ്രധാന ദൂതനും വരും. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ രണ്ടാം വരവിന്റെ ആദ്യഘട്ടം ഭൂമിയിലേക്ക് വരത്തില്ല. അവൻ തിരുസഭയെ അങ്ങോട്ട് കൊണ്ടുപോകുക. എന്നാൽ രണ്ടാം വരവിന്റെ 2-ാം ഘട്ടം ഭൂമിയിലോട്ട് വരും. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 19-ന്റെ 11-ാം വാക്യവും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമൊക്കെ വായിപ്പിക്കാൻ നേരമില്ല. പഠിക്കുമ്പോൾ യേശുവിന്റെ രണ്ടാം വരവിന്റെ 2-ാം ഘട്ടം, രണ്ടാം വരവൻ ആദ്യത്തെ ഘട്ടമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്തുകൾ വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടിരിക്കുന്നവരാണ് അവർക്ക് മുമ്പാകെയില്ല എന്ന് താവിന്റെ നാമത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നു. അടുത്ത വാക്യം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ. ഞാൻ പിണങ്ങിട്ട് പറയല്ല, സമയം പോയതുകൊണ്ട് ഞാനങ്ങ് പറയാ കേട്ടോ. സ്റ്റീവ് അതും കേട്ടില്ലേ? പുള്ളി വരവിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. യേശുക്രിസ്തു വീണ്ടും വരും. ആ വരവിൽ ആ കന്യക 13-ാം വാക്യം മുതൽ 18 വരെ പഠിക്കുമ്പോൾ ആ കന്യകയ്ക്ക് പ്രധാനമായി 4 കാര്യം. എന്താ? യാക്കോബിൽ നിന്നൊരുത്തൻ ഭരിക്കാൻ വരും. ഭരിക്കുന്നതിന് മുന്നേ ആദ്യത്തെ വരവാ. ആ വരവിന്റെ പ്രത്യേകത, ആ വരവിൽ 4 കാര്യം നടക്കും. 1, ആ ഒരു സ്തോത്രം, ഒരു ഉയർപ്പ്. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമം. 4 കാര്യം അവിടെ നടക്കും. മടങ്ങി വരവാരാ? യേശു വീണ്ടും വരും. അറിയാമല്ലോ, തെളിയിക്കണ്ടല്ലോ, യേശു വീണ്ടും വരും. എന്തിനാ? എബ്രായർ 9:28 തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പറയ തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാണ് മടങ്ങി വരുമെന്ന് തെളിവെന്നാ? യേശു തന്നെ പറഞ്ഞാ പോയത് തിരിച്ചു വരുമെന്ന്. ദൂതന്മാർ ഒരിക്കൽ പറഞ്ഞു, ഗലീല പുരുഷന്മാര്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരിച്ചു വരുമെന്ന്. തെളിവുകൾ ഒത്തിരി ഉണ്ടല്ലോ. യേശു വീണ്ടും വരും. 2, ഒരു ഉയർപ്പ്. ആരാ? നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ വരും. അല്ല പട്ടിയായിട്ടും കോഴിയായിട്ടും ഒന്നും കയറി വരികയല്ല. പട്ടി ഓടിയുമ്പോൾ മച്ചാനാന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ അപ്പച്ചനാന്നോടാ പട്ടിയായിട്ട് വരുന്നത്. അപ്പച്ചൻ പട്ടിയായിട്ടും വരത്തില്ല, പൂച്ചയായിട്ടും വരില്ല, കോഴിയും കൊക്കുമായിട്ടും ഒന്നും വരികയില്ല. അപ്പച്ചൻ വരുന്ന പുത്തൻ ശരീരത്തോടാ. അല്ലാതെ നിന്നെ പല്ലിളിച്ച് കാണിച്ചൊന്നുമല്ല അപ്പച്ചൻ വരുന്നത്.
ചിലപ്പോൾ അപ്പച്ചൻ്റെ പല്ലില്ലാതാ ഇവിടുന്ന്, പക്ഷെ വരുമ്പോൾ നല്ല പൂത്താൻ. പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ ദേഹം തകർത്തിടുമേ. മംഗളം പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. ആട്ടെ, സമയം പോയതിൽ യേശു വീണ്ടും വരും. 1 മടങ്ങി വരവ്, 2 ഉയർപ്പ്, 3 രൂപാന്തരം. ഈ രൂപം മാറി ഒരു പുതിയ രൂപം, തേജസ്സിന്റെ ശരീരം കിട്ടുമെന്ന് 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിന്റെ എതിരേൽക്കും. സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി വിവരിക്കുന്നില്ല. ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം, പ്രതിഫലം കഴിഞ്ഞ് ഭാഷാപ്രയോഗമാണ് കേട്ടോ. കുഞ്ഞാടിൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മണമാട്ടിപ്പറത്തിൽ എത്തിച്ച് പ്രതിഫലമൊക്കെ തന്ന് മണിയറവാസം എന്നൊക്കെ ഒരു പ്രയോഗമാണ്. ഇരിക്കട്ടെ, അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടൊരു വരവുണ്ട്. ആ വരവാണ് വെളിപ്പാട് പുസ്തകം 19:11, വെളിപ്പാട് 1:7, തെസ്സലോനിക്കർ 3:19 ആ വരവ് എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തെ ഭരിക്കാൻ. നമുക്ക് പ്രത്യേക പദവിയൊക്കെയാ, സങ്കടപ്പെട്ടെന്ന് ഇരിക്കരുത്. ഈ ലോകത്തെ അന്നേരം ഇവിടുത്തെ ശരിയായ ഭരണം. അല്ലാതെ ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയില്ല. ശരിയാക്കാനൊക്കെ പറഞ്ഞു, ഒന്നും ശരിയാകാതെ കിടക്കുക. ഇനി അടുത്ത പുള്ളിക്കാരും വരുന്നുണ്ട്, രക്ഷിക്കുമെന്നും പറഞ്ഞു. ആർക്കറിയാം? ഇതൊന്നും ശരിയാകുകയില്ലെന്ന് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഒരു പരുവത്തിന് പോകുന്നല്ലാതെ അന്നേരം നമ്മുടെ ആൾക്കാർ പറയാം നമുക്ക് MLA MP വേണമെന്ന്. ഇവിടെ ശരിയാകുകയില്ലെന്ന് ആ പുസ്തകം എഴുതിയേക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ കൊണ്ടിട്ട് കുഴയ്ക്കാനാന്ന്. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇവിടെ ആര് ഭരിച്ചാലും പുസ്തകം വിശ്വസിക്കുന്നില്ലല്ലോ, ഉമ്മ ഇങ്ങനെ വന്ന് പമ്മിയിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ പ്രഗത്ഭന്മാരൊക്കെ ഒത്തിരി ഭരിച്ചില്ലയോ, വലിയ രാഷ്ട്ര സാമ്രാട്ടുകള്. ദാനിയേൽ 2 ബിംബത്തിന്റെ അറിയാമല്ലോ. ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഗ്രീസ്, റോമർ, ഇതൊക്കെ ഭരിച്ചു. ശരിയായില്ലല്ലോ. ഇപ്പം ഇരുമ്പും കളിമണ്ണും യോജിക്കുന്നില്ലല്ലോ. അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് എല്ലാം ഉന്നം വെച്ച് നിൽക്കുക. പേപ്പർ വായിക്കും പറയാം ചാടും. ഉടനെ 2 പേരെ വിട്ട് ചാടരുത്. ഉടനെ പുള്ളി ഞങ്ങൾക്ക് സീറ്റ് തന്നില്ല, ഞങ്ങൾ ചാടും. ഉടനെ അങ്ങോട്ട് ചാടരുത്, ഈ സമയത്ത് ചാടരുത് കേട്ടോ. ഉടനെ മറ്റേ പുള്ളി ഞാൻ ചാടുമ്പോൾ ഒറ്റയ്ക്ക് ചാടുകയല്ല, എല്ലാവരും കൂടെ ഒരെണ്ണം തമ്മിൽ യോജിക്കരുത്. ഇരുമ്പും കളിമണ്ണുമാണ്. ഈ സമയത്ത് ആ കൈതൊടാതൊരു കല്ല്. അപ്പൊ ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ലെന്ന വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ കുറെയൊക്കെ ചൊവ്വിനെ പോകാൻ നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഇനി ആര് ഭരിച്ചാൽ ശരിയാകും? യേശു ഭരിക്കും. അപ്പൊ ശരിയാകാത്ത ഭരണമാ ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇനിയുള്ളത് ഇപ്പോൾ ഉള്ള എല്ലായിടത്തെയും പുസ്തകം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അന്നേരം നമ്മുടെ ആൾക്കാർ പറയാം നമുക്ക് MLA വേണം, MP വേണം. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. ഇവനൊന്നും പുസ്തകം വിശ്വസിക്കുന്നവനല്ലെന്ന്. ചുമ്മാ ഇതിനകത്ത് വന്നിങ്ങനെ പമ്മി വെടിക്കാരൻ്റെ ഓടിയിരിക്കും പോലെ ഇരിക്കുന്നേ ഉള്ളൂ. നോക്ക് എടാ പൊട്ടങ്കണാപ്പ, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ലെന്നാ. ഇപ്പൊ നിങ്ങൾ പറയാ നല്ലതായിരുന്നു, ഒടുവിൽ കൊണ്ട് കലക്കിയ അയാള്. ഒടുവിൽ കലക്കിയതാണോ? കാര്യമല്ലേ ഇവിടെ പറഞ്ഞു. ഇതുവരെ പരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ പരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് ഇസങ്ങള്ളി പാരിലില്ല, ഈശനി പാരിടം പരിച്ചിടുമ്പോൾ നാസിസം ഫാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. അന്ന് ഇപ്പൊ ഇതെല്ലാം ഉണ്ട്. നാസിസം ഫാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. അന്ന് യാക്കോബിൻ നൃത്തം ഭരിക്കാൻ വരുമെന്ന്. ഇതുവരെ പഠിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ
വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവം. പാടാൻ നേരമില്ല, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒരുവൻ ഭരിക്കാൻ വരും, യേശു വീണ്ടും വരും, വരവനായിട്ട് ഒരുങ്ങണം. ആഭിചാരം യാക്കോബിന് പറ്റാതിരിക്കാൻ 5 കാര്യമാണ് ഓർപ്പിച്ചത്. 1, ഇവർ രക്ഷിക്കപ്പെട്ടവരാ. 2, സ്നേഹപ്പെട്ടവരാ. 3, അഭിഷേകം പ്രാപിച്ചവരാ. 4, വേർപാട് പ്രാപിച്ചതാ. 5, കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്നവരാ. ഇങ്ങനെയുള്ള ദൈവപൈതലിന് ഒരാഭിചാരവും പറ്റത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെയും കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാവർക്കും നന്ദി. എന്നെ ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി. ഒരപേക്ഷ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒക്കുന്നെങ്കിൽ, തീരെ അവശതയുള്ളവരിരുന്നോ, പോകരുത്, എഴുന്നേറ്റ് ഒന്ന് നിൽക്കാം. നമ്മുടെ യോഗം തീരുക. ആ ഒക്കുന്നെങ്കിൽ ആ 2 കൈകളും ഒന്ന് വീശി ദൈവത്തെ ഒന്ന് എല്ലാവരും 2 കൈ ഒന്ന് വീശി. ഇതുവരെയൊക്കെ മസിൽ പിടിച്ചിരിക്കുകയല്ലയോ പലരും. കരങ്ങളൊന്ന് വീശിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി പാർക്കും നമ്മളെല്ലാം യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കൂട്ടുവേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഈ പാട്ടുകാരെയും കിട്ടുകയില്ലെന്നാ ഓർത്ത് ഈ പക്കമുള്ള ജെയ്സനെയൊക്കെ കിട്ടി. ഞങ്ങൾ നാളെ ഷാർജയ്ക്ക് പോകേണ്ടതായിരുന്നു, അവിടെ ശുശ്രൂഷയ്ക്ക്. ഇപ്പോഴത്തെ അന്തരീക്ഷം ഒക്കെ മനസ്സിലായില്ല, അതുകൊണ്ട് യാത്ര മാറ്റിവെച്ചു, കൺവെൻഷനും മാറ്റിവെച്ചു. തുടർന്നും ശുശ്രൂഷകളെല്ലാം ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ബഹുമാന്യരായ എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ